പാട്ടുകളെ പാടി അവിടുത്തെ ആരാധിക്കുവാനായി കർത്താവെ ആഗ്രഹിച്ച് കടന്നു വന്നിരിക്കുന്ന കർത്താവെ, പാട്ടുപാടുവാൻ പ്രിയ ബെന്നി ബ്രദറിനെയും കുടുംബത്തെയും അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്ന അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം. പാടുന്ന ഗാനങ്ങൾ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പാടി അവിടുത്തെ സാന്നിധ്യം, അവിടുത്തെ മഹിമ അനുഭവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണം. കൂടി വരുവാനായി ആഗ്രഹിക്കുന്ന ഓരോരുത്തരും തക്ക സമയത്ത് ചേർന്ന് വരുവാൻ അവിടുന്ന് സഹായിക്കണം. പ്രാർത്ഥനകളും അഭയാചനകളും കേട്ടിരിക്കയാൽ സ്തോത്രം. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്ന കേട്ട് ഉത്തരമരുളുമാറാകണമേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ഒരു വെള്ളിയാഴ്ച കൂടെ നമ്മൾക്ക് മാർച്ച് മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച നമ്മൾക്ക് ഒരുമിച്ച് കൂടുവാൻ ദൈവം ഒരുക്കിയ വലിയ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ദൈവിക സാന്നിധ്യം നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന ഇടത്ത് ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾക്ക് ആയിരിക്കാം. നമുക്ക് അല്പസമയം പാട്ടുകളെ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ബെന്നി ബ്രദറിനായി കുടുംബത്തിനായി സ്തോത്രം. അവരെ ഓർത്ത് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. അറിയാവുന്ന പാട്ടുകളാണെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്ത് ചേർന്ന് പാടുക. നമ്മൾക്ക് ഒരുമിച്ച് ദൈവനാമം മഹത്വപ്പെടുത്താം. പ്രിയ ബെന്നി ബ്രദർ ആൻഡ് ഫാമിലി. താങ്ക് യു വെരി മച്ച്. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. എഡിസൺ ക്രിസ്ത്യൻ ഫെലോഷിപ്പിൻ്റെ ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന വിവിധ രാജ്യങ്ങളിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഒരേ സമയത്ത് നമ്മൾ ആയിരിക്കുന്ന എല്ലാവർക്കും, എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. ദൈവം എല്ലാവരെയും ധാരാളം ഇന്ന് രാത്രി ഇന്ന് പകൽ അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ആണ്. ആരാധ്യനായ നമ്മുടെ കർത്താവാണ് നമുക്ക് കാര്യമുള്ളത്. ഹല്ലേലൂയ. നമ്മുടെ യേശുനാഥൻ സകല ദേവന്മാരെക്കാൾ വലിയവൻ, അവൻ സ്വർഗത്തേക്കാൾ വലിയവൻ, പ്രവാചകന്മാരെക്കാൾ വലിയവൻ, ആലയത്തെക്കാളും സ്വർഗത്തെക്കാളും വലിയവനായ നമ്മുടെ കർത്താവ്, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, നമ്മളെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും രക്ഷിച്ച് നിത്യജീവനിലേക്ക് ഈ ഭൂമിയിൽ വഴി നടത്തുവാൻ വലിയവനായ ദൈവം. ആരാധനയെ നമുക്ക് ചേർന്ന് സന്തോഷത്തോടെ പൂർണ്ണ ശക്തിയോടെ നമുക്ക് അവിടുത്തെ ആരാധിക്കാം. കർത്താവേ, ദേവന്മാരിൽ തുല്യനായി അങ്ങ്, ഹല്ലേലൂയ, ആരുമില്ല അങ്ങ് അല്ലാതെ, അങ്ങയോടാണ് കർത്താവേ എനിക്ക് കാര്യം. ഗ്ലോറി ടു ഗോഡ്. ചേർന്ന് ആരാധിക്കാം. ഹല്ലേലൂയ. So
സ്വർഗത്തിലും അവിടുത്തെ മാത്രം ആരാധിക്കുന്നപ്പ. ആരാധ്യനായ എൻ്റെ കർത്താവേ, എൻ്റെ കുറവ് പരിഗണിക്കാതെ, എൻ്റെ അയോഗ്യതയെ പരിഗണിക്കാതെ അപ്പാ എന്നെ വന്ന് സ്നേഹിച്ചു. ഞാനല്ല കർത്താവെ അങ്ങേ സ്നേഹിച്ചത്. ഓ യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിന്നെ ആദ്യം സ്നേഹിച്ചു. ഹല്ലേലൂയ. ആഴമായ അവിടുത്തെ സ്നേഹത്തെ, നമ്മെ നിത്യജീവിലേക്ക് നടത്തുന്ന ആ വലിയ സ്നേഹത്തെ ഓർക്കുമ്പോൾ വീണ്ടെടുപ്പുകാരന് സ്തുതിയും സ്തോത്രവുമല്ലാതെ ഒന്നും നമ്മുടെ വായില്ല. ഹല്ലേലൂയ. ചേർന്ന് ഉയർത്താം. ഹല്ലേലൂയ. ആരാധിപ്പാൻ നമുക്ക് കാരണങ്ങളേ ഉള്ളൂ. ഈ ഭൂമിയുടെ പരപ്പിൽ എൻ്റെ കണ്ണിനെ കണ്ണുനീരിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും ഓ ഹല്ലേലൂയ നിലനിർത്തി. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഭൂമിയിൽ ആരോഗ്യത്തോടെ നിർത്തിയ എൻ്റെ കർത്താവിനെ നമുക്ക് ചേർന്ന് ഉയർത്താം. ആരാധിപ്പാൻ എനിക്ക് കാരണമേ ഉള്ളൂ. ഹല്ലേലൂയ. Hallelujah.
ഉള്ളിൽ ജീവിക്കുന്ന, നമ്മളെ ജീവിപ്പിക്കുന്ന ദൈവം. ജീവനോട് ദൈവമക്കളെ ആരാധിക്കാം. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. എന്തെന്നാൽ അവിടുന്ന് നമ്മുടെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റുന്ന ദൈവം. ഹല്ലേലൂയ, നമ്മുടെ വേദനകളെ, നമ്മുടെ ഉഴർച്ചകളെ മാറ്റുന്ന ദൈവം. അവിടുത്തെ സന്നിധിയിൽ, ഹല്ലേലൂയ, സങ്കീർത്തനം 16:11 പറയുന്നത് പോലെ അങ്ങയുടെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണത, അവിടുത്തെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങൾ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നു, നിങ്ങൾ എപ്പോഴും സന്തോഷിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ. സന്തോഷം മാത്രമേ അവിടുത്തെ വലതുഭാഗത്ത്. ആരാധിക്കാം സന്തോഷത്തോടെ. ഹല്ലേലൂയ. നമ്മുടെ സന്താപം തീർന്നല്ലോ, നമുക്ക് സന്തോഷം തന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ സന്തോഷവാനായ കർത്താവിനെ ചേർന്നുയർത്താം, അവിടുത്തെ ബലം പ്രാപിക്കാം. ഗ്ലോറി ടു ഗോഡ്. സന്തോഷം വന്നല്ലോ, സന്തോഷം എന്നിൽ വന്നല്ലോ. ഹല്ലേലൂയ, യേശു പാപം മോചിച്ചു, എന്നെ മുറ്റും രക്ഷിച്ചു. സന്തോഷം എന്നിൽ വന്നല്ലോ, സന്താപം തീർന്നല്ലോ, സന്തോഷം വന്നല്ലോ, സന്തോഷം എന്നിൽ വന്നല്ലോ. ഹല്ലേലൂയ, യേശു പാപം മോചിച്ചു, എന്നെ മുറ്റും രക്ഷിച്ചു. സന്തോഷം എന്നിൽ വന്നല്ലോ. പാപത്തിൽ ഞാൻ പിറന്നു, ശാപത്തിൽ ഞാൻ വളർന്നു. പാപത്തിൽ ഞാൻ പിറന്നു, ശാപത്തിൽ ഞാൻ വളർന്നു. പരമരക്ഷകൻ തിരുനിണം ചൊരിഞ്ഞു, പരമരക്ഷകൻ തിരുനിണം ചൊരിഞ്ഞു. പാപിയാം എന്നെയും വീണ്ടെടുത്തു, പാപിയാം എന്നെയും വീണ്ടെടുത്തു. സന്താപത്തിൽ നിന്ന് സന്തോഷം വന്നല്ലോ, സന്തോഷം എന്നിൽ വന്നല്ലോ. ഹല്ലേലൂയ, യേശു പാപം മോചിച്ചു, എന്നെ മുറ്റും രക്ഷിച്ചു. സന്തോഷം എന്നിൽ വന്നല്ലോ. വഴിവിട്ടു ഞാൻ അലഞ്ഞു, ഗതിമുട്ടു ഞാൻ അലഞ്ഞു. വഴിവിട്ടു ഞാൻ അലഞ്ഞു, ഗതിമുട്ടി ഞാൻ അലഞ്ഞു. വഴി സത്യം ജീവനാം യേശു എന്നിടയൻ, വഴി സത്യം ജീവനാം യേശു എന്നിടയൻ. വന്നുകൊണ്ടെടുത്തെന്നെ മാറിലടച്ചു, വന്നുകൊണ്ടെടുത്തെന്നെ മാറിലടച്ചു. സന്താപം തീർന്നല്ലോ, സന്തോഷം വന്നല്ലോ, സന്തോഷം എന്നിൽ വന്നല്ലോ. ഹല്ലേലൂയ, യേശു പാപം മോചിച്ചു, എന്നെ മുറ്റും രക്ഷിച്ചു. സന്തോഷം എന്നിൽ വന്നല്ലോ. പാപത്തിൽ ശാപത്തിനാ പാടുപെടുന്നവരെ, പാപത്തിൽ ശാപത്തിനാ പാടുപെടുന്നവരെ. സൗജന്യമാണീ സൗഭാഗ്യമാകയാൽ, സൗജന്യമാണീ സൗഭാഗ്യമാകയാൽ. സൗന്ദര്യമാണ് മനം തിരിവിൽ, സൗന്ദര്യമാണ് മനം തിരിവിൽ. സന്താപം വന്നല്ലോ, സന്തോഷം വന്നല്ലോ, സന്തോഷം എന്നിൽ വന്നല്ലോ. ഹല്ലേലൂയ, യേശു പാപം മോചിച്ചു, എന്നെ മുറ്റും രക്ഷിച്ചു. സന്തോഷം എന്നിൽ വന്നല്ലോ. സന്താപം തീർന്നല്ലോ, സന്തോഷം വന്നല്ലോ, സന്തോഷം എന്നിൽ വന്നല്ലോ. ഹല്ലേലൂയ, യേശു പാപം മോചിച്ചു, എന്നെ മുറ്റും രക്ഷിച്ചു. സന്തോഷം എന്നിൽ വന്നല്ലോ. യേശു പാപം മോചിച്ചു, എന്നെ മുറ്റും രക്ഷിച്ചു. സന്തോഷം എന്നിൽ വന്നല്ലോ. ഹല്ലേലൂയ. ഓ യേശു എൻ്റെ പാപത്തെ മോചിച്ചു, എൻ്റെ ശാപത്തെ മാറ്റി. ആ വലിയ സന്തോഷത്തിൽ ആരാധിക്കുവാൻ ദൈവമക്കളാൽ നമുക്കിത്ര കൃപ തന്നതിനായി ആ കർത്താവിൻ്റെ സന്നിധി പിന്നെ നമുക്ക് താണിരിക്കാം, അവിടുത്തെ ശബ്ദം നമുക്ക് ശ്രവിക്കാം. ഹല്ലേലൂയ. ഓ പ്രാർത്ഥന കേൾക്കുന്നതിനായുള്ളവേ, സകല ജഡവും നിൻ്റെ അടുക്കിലേക്ക് വരുന്നു. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ദൈവവചന ശുശ്രൂഷയും വലിയ അനുഗ്രഹമായി വിടുതലായി ശക്തിയായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ബെന്നി ബ്രദറെ, ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മളുടെ പാട്ടുകളെ പാടി കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവം തന്ന വലിയ അവസരത്തിന് കർത്താവിന് നന്ദിയോടെ
സ്തോത്രം ചെയ്യുന്നു. ആ കുടുംബത്തിന് ദൈവനാമത്തില് നന്ദി പറയുന്നു. പാടിയ പാട്ടുകൾ നമ്മളുടെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നും പാടുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സന്താപം മാറിയിട്ട് സന്തോഷം തരുന്ന ഒരു ദൈവത്തെ ആണ് നമ്മൾ ആരാധിക്കുന്നത്. പ്രാർത്ഥനകളെ കേൾക്കുക മാത്രമല്ല, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നവൻ. നമ്മൾ ഒരു സമയം വെച്ചിട്ട് ആ സമയത്ത് ഉത്തരം തരണമെന്ന് പ്രാർത്ഥിച്ചാൽ എൻ്റെ ചിന്താഗതിയിൽ അത് നടക്കത്തില്ല. ദൈവം ഓരോന്നിനും ഓരോ സമയം വെച്ചിട്ടുണ്ട്. കാരണം ദൈവത്തിനറിയാം ചില സമയത്ത് ചിലത് നമുക്ക് തന്നാൽ നന്മയ്ക്ക് പകരം അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്ക് പകരം താഴ്ചയ്ക്കായി അല്ലെങ്കിൽ നമ്മളുടെ തിന്മയ്ക്കായി അത് വന്നു ഭവിക്കുമെന്ന് അറിയാമെന്ന ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് തൻ്റെ ഒരു സമയത്ത് നമ്മളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്ന ദൈവമാണ്. ഉത്തരം താമസിക്കുന്നത് കൊണ്ട് അത് ദൈവഹിതമല്ല എന്ന് ചിന്തിക്കരുത്. ദൈവത്തിനൊരു പരിപാടിയുണ്ട്. ദൈവം ആ പരിപാടിയിൽ തക്ക സമയത്ത് ഉത്തരം അരുളുന്നവൻ. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വിഷയങ്ങൾക്കൊക്കെ ദൈവം തൻ്റെ മുമ്പിൽ അത് കരുതി വെച്ചിട്ടുണ്ട്. ആ സമയമാകുമ്പോൾ അവൻ ഉത്തരം അരുളും എന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. കർത്താവ് സഹായിക്കട്ടെ. പ്രാർത്ഥനയിൽ ദൈവം നമ്മളുടെ പ്രാർത്ഥനകൾ കേട്ടു എന്ന് ഉള്ളതിന് നമ്മൾ ജോലിക്ക് വേണ്ടിയിട്ട് പലർക്ക് ജോലിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ദൈവം പലർക്കും കഴിഞ്ഞ ആഴ്ചയിൽ പുതിയ ജോലികളെ കൊടുത്തതായി കേൾക്കുവാൻ സാധിച്ചു. ദൈവത്തിന് നന്ദി പറയുന്നു. രോഗികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ അത്ഭുതകരമായ രോഗവിടുതൽ ലഭിച്ചു. കാരണം അതിൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഈ രോഗികൾ സാക്ഷി പറയുന്നതിനപ്പുറമായി ഡോക്ടേഴ്സ് ആണ് പറയുന്നത്, ഇറ്റ് ഈസ് നൺ ഓഫ് അവർ എഫേർട്ട്, ഞങ്ങൾ ചെയ്ത മരുന്നുകളോ ഒന്നുമല്ല, ഇറ്റ് ഈസ് ഗോഡ്സ് ഹാൻഡ്സ് ഓൺലി എന്ന് ഡോക്ടർമാര് പറയുന്ന വിധത്തിൽ അത്ഭുതകരമായ വിടുതലുകൾ നമ്മൾ കണ്ടവരാണ്. അതുകൊണ്ട് നമ്മൾക്ക് ദൈവസന്നിധിയിൽ നമ്മളുടെ ആവശ്യങ്ങളെ നിരത്തി പ്രാർത്ഥിക്കാം. ജോലി തന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മൾ ദീപക്കിന് വേണ്ടി തുടർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഹി ഈസ് റിക്കവറിങ് വെരി സ്ലോലി. അപ്പം അതുകൊണ്ട് ആ പൈതലിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞതുപോലെ സണ്ണിച്ചാന് വേണ്ടി പ്രാർത്ഥിക്കുക. സണ്ണിച്ചാൻ്റെ സ്ഥിതികൾ ഭേദമാകുവാൻ നമ്മൾക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ വാർദ്ധക്യത്തിലുള്ള പലര് നമ്മുടെ ലൈനിലുണ്ട്. വാർദ്ധക്യ സഹജമായ പല രോഗങ്ങൾ നാട്ടിലും ഇവിടെയും പലര് കഷ്ടപ്പെടുന്നുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം അവർക്ക് തക്ക സമയത്ത് വിടുതലുകളെ അവൻ്റെ ഹിതപ്രകാരം കൊടുക്കാനായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരുടെ മരണത്തിൽ ദുഃഖിക്കുന്ന അനേകരുണ്ട്. ചെറുപ്രായത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ആരാധിച്ച ഒരു സഹോദരി രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മുന്നോട്ട് വീണങ്ങ് മരിച്ചു, ന്യൂയോർക്കിൽ. നമ്മൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും പരസ്പരം ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കണം. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഇപ്പോൾ ഇറാൻ യുദ്ധം നടക്കുമ്പോൾ എന്തൊക്കെയാണ് ഇവിടെയുള്ള സെൽസ് കാട്ടിക്കൂട്ടാൻ പോകുന്നത് നമുക്കറിയത്തില്ല. അപ്പം സ്കൂളുകളൊക്കെ ഒരു അറ്റാക്കിന് ഉള്ള ഒരു സ്ഥാനമായി പലപ്പോഴും മാറുന്ന അവസ്ഥകളുള്ളതുകൊണ്ട് സ്കൂളുകളിൽ പോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ, കോളേജുകളിൽ പോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ ഒക്കെ ദൈവം കാക്കുവാൻ, രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങി സ്കൂളിൽ പോയാൽ സന്തോഷത്തോടെ സമാധാനത്തോടെ അവർ മടങ്ങി വരുവോളും അവരെ കാക്കാനായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മളുടെ പ്രിയപ്പെട്ടവർ ജോലിക്ക് പോകുമ്പോൾ ആപത്തുകളിൽ ഇരിക്കുന്നവരെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. ക്യാൻസറിനാൽ പ്രയാസപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. വിവാഹപ്രായം എത്തി നിൽക്കുന്ന നമ്മളുടെ കുഞ്ഞുങ്ങളുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. വിവാഹം കഴിഞ്ഞിട്ട് കുടുംബത്തിൽ പ്രശ്നങ്ങളായി ഇരിക്കുന്നവരുണ്ട്. അതുപോലെ അഡിക്ഷൻ, ആൽക്കഹോള്, ഡ്രഗ്സ്, മറ്റ് വിധമായ പല അഡിക്ഷനുകളിൽ ആയിരിക്കുന്നവരുണ്ട്. അവരെ ഓർത്ത്
പ്രാർത്ഥിക്കുക, ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞതുപോലെ ഇസ്രയേലിന്റെ സമാധാനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ സമാധാനം കെടുത്തുന്ന ശക്തിയാണ് ഇറാൻ. അവിടെയും സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തുടർന്ന് സാക്ഷി പറയുന്ന പ്രിയ സഹോദരിക്കായി, വചനം സംസാരിക്കുന്ന റോയ് പാസ്റ്റർക്കായി പ്രാർത്ഥിക്കാൻ വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് പ്രിയ ഉഷ സിസ്റ്റർ ഇപ്പോൾ പ്രാർത്ഥിച്ച് സഹായിക്കും. കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി തിരുനാമത്തെ നന്ദിയോടെ വാഴ്ത്തി സ്തുതിക്കുന്ന കർത്താവേ, എഡിസൺ ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ ഈ ആത്മീയ കൂട്ടായ്മയിൽ ഈ വെള്ളിയാഴ്ച വൈകുന്നേരം ഇന്ത്യയിൽ ഈ പ്രഭാതത്തില് സ്വർഗത്തിലെ ദൈവം തന്ന സാവകാശങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും ഞങ്ങളുടെ കാലിനെ വീഴ്ചയിൽ നിന്നും ഞങ്ങളുടെ വിലയേറിയ പ്രാണനെ മരണത്തിൽ നിന്നും വെടിവെച്ച് ഞങ്ങളെ നിർത്തിയിരിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം പരിപാലിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ എല്ലാ വിശ്വസ്തതയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്ന കർത്താവേ, ഈ ആത്മീയ കൂട്ടായ്മയെ ദൈവം അനുഗ്രഹിക്കണമേ. ഇന്ന് കർത്താവേ, ഇതിന്റെ മുന്നിൽ നിന്ന് കർത്താവെ ഇതിന് ചുക്കാൻ പിടിക്കുന്ന കർത്താവിന്റെ ദാസൻ ഹല്ലേലൂയ കർത്താവെ തോമസ് അങ്കിളിനെ ലിൻഡി ആന്റിയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിന് വേണ്ടി നിലനിർത്തണം, സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇവിടെ പറയപ്പെട്ട വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആമേ, രോഗികളായി ഭാരപ്പെടുന്നവരെ ദൈവസന്നെ കൊണ്ടുവരുന്നു. വിശേഷാൽ ഒരു ദീപക്കിന് വേണ്ടി പ്രാർത്ഥിക്കുക പിതാവേ, വേഗത്തിലൊരു ദൈവനീതി തന്റെ മേൽ വെളിപ്പെടണം, സൗഖ്യമാക്കുന്ന ദൈവത്തിന് കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ സണ്ണിച്ചാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനദാസിനോട് ദൈവം കരുണ കാണിക്കണമേ, ദൈവം ബലപ്പെടുത്തണം, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പലവിധ രോഗത്തിന്റെ അനുഭവങ്ങൾ കൂടെ കടന്നു പോകുന്ന മക്കളെ ഓർക്കുന്ന പച്ച അതിവേഗം ഓടുന്ന വചനം അയച്ചു വിടിവിക്കണം. ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ചിലരെയൊക്കെ ദൈവം വിടിവെച്ചു, പിന്നെ വിടിവിക്കുന്ന കരുത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ജോലിയില്ലാതൊക്കെ ഭാരപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ചിലരുടെ ഒക്കെ വിഷയത്തിൽ ദൈവം പ്രവർത്തിച്ചല്ലോ, മേലാലും പിന്നെ വിടിവിക്കണമേ, കർത്താവ് സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുണ്ട്. കർത്താവ് അവരുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അതുപോലെ ഹല്ലേലൂയ, വിവാഹം കഴിഞ്ഞു കുടുംബജീവിതത്തിൽ സമാധാനമില്ലാതെ ഡിവോഴ്സിന്റെ വക്കിലൊക്കെ കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ട്. അപ്പൊ പിതാവേ, ദൈവിക ഇടപെടലുണ്ടാകണമേ, കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പലതിനും അഡിഷനായി ആമേ ഹല്ലേലൂയ നശിക്കുന്ന തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവേ, കുടുംബത്തിൽ സമാധാനമില്ല, ആമേ, മാതാപിതാക്കളുമായിട്ട് ബന്ധമില്ല, ആമേ, സ്തോത്ര സ്തോത്രം. ദൈവഹിതം തിരിച്ചറിയാതെ ദൈവത്തെ അറിയാതെ പോകുന്ന കുഞ്ഞുങ്ങളെ യഥാസ്ഥാനത്തിനായി അവരുടെ മടങ്ങി വരവിനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേ, വേർപാടിന്റെ ആമേ ഹല്ലേലൂയ തകർച്ചയിലൊക്കെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ദൈവം അവർക്ക് ആശ്വാസവും സമാധാനവും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവേ. ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിപാലനം കൂടെ ഇരിക്കണമേ. വിശേഷാൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ദൈവികമായ സമാധാനത്തിനായി പ്രാർത്ഥിക്കുക കർത്താവേ. ഇപ്പോൾ നടക്കുന്നതായ ഹല്ലേലൂയ യുദ്ധങ്ങളും ആമേൻ പ്രതിസന്ധികളും ഒക്കെ സ്വർഗത്തിലെ ദൈവം അറിയാതല്ല പച്ച അങ്ങയുടെ കരങ്ങളിലോട്ട് ഏൽപ്പിക്കുന്ന കർത്താവേ. ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്ന പോലെ ഇതൊക്കെ സംഭവിക്കുന്നത് കാണുമ്പോൾ നിങ്ങളുടെ തലകളെ ഉയർത്തുവീ. അതേ കർത്താവ്, ഞങ്ങളുടെ തലകളെ ഉയർത്തുവാൻ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്നല്ലോ. ആ വലിയ പ്രത്യാശ ഞങ്ങളിൽ വ്യാപരിക്കട്ടെ കർത്താവേ. ആമേ, സ്തോത്രം സ്തോത്രം. ഈ പ്രതികൂലത്തിന്റെ നടുവിലൊക്കെ കടന്നു പോകുന്ന നിരവധി ദൈവമേ, ആമേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്. ആമേ, സ്തോത്രം. ഗൾഫ് രാജ്യങ്ങളില് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരും മലയാളികളും ആമേ വിവിധ രാജ്യക്കാർ ജോലിയെടുക്കുന്നതാ. അതിനൊന്നും ഒരു പ്രയാസത്തിനിടയാകരുത്. ദൈവിക സമാധാനം ഉണ്ടാകണം കർത്താവേ. അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. രാജ്യത്തെ ദൈവം സഹായിക്കണമേ കർത്താവേ. ദൈവത്തിന്റെ സമാധാനം അതിനകത്ത് വ്യാപരിക്കണമേ. ഭരണകർത്താക്കന്മാരെയൊക്കെ ദൈവം നിയന്ത്രിക്കണമേ. രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കെ ഇരിക്കുന്നു. തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് അവൻ അതിനെ തിരിക്കുമെന്ന് ദൈവത്തിന്റെ വചനമാകയാൽ സ്വർഗത്തിലെ ദൈവം നിയന്ത്രിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഇസ്രായേലിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവേ, ഈ നാളുകളിൽ വലിയ വലിയ ദൈവപ്രവൃത്തി കാണുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കണമേ എന്ന്
ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഇന്ന് ടെസ്റ്റ് മണി പറയാൻ വരുന്ന കർത്തദാസിക്കായി സ്തോത്രം. പ്രിയപ്പെട്ടവളെ ബലപ്പെടുത്തണം, മാനിക്കണമേ, സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ വർഷിപ്പ് ചെയ്ത പ്രിയ കുടുംബത്തിനായി സ്തോത്രം. കർത്താവിനെ സഹായിക്കണമേ, ദൈവരാജ്യത്തിന് വേണ്ടി നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസൻ റോയ് പാസ്റ്റർക്കായി സ്തോത്രം. തൽക്കാലം ദൈവത്തിന്റെ വചനം ആധികാരികമായി വിളിച്ചു പറയുവാൻ കർത്താവ് സഹായിക്കണമേ. ഈ സൂം പ്ലാറ്റ്ഫോമിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ഞങ്ങളുടെ മക്കൾക്കായി സ്തോത്രം. ആമേൻ. യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കുന്ന സർവശക്തനായ ദൈവം അടിയങ്ങളെ അനുഗ്രഹിക്കാൻ സഹായിക്കും. തൽക്കാലം ദൈവ ശബ്ദം കേൾക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. ആമേൻ. ഇത് നിയന്ത്രിക്കുന്ന കർത്താവെ, പ്രിയ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. അവരെ ദൈവം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനായി സ്തോത്രം. ദൈവപ്രവൃത്തി അയക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു സിസ്റ്ററെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ലൈനിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് കർത്തൃദാസന്മാർക്ക്, പാസ്റ്റർ ബ്ലസൻ സാം, അതുപോലെ പാസ്റ്റർ ചാക്കോ ജോർജ്, ഇവർക്കെല്ലാവർക്കും ദൈവനാമത്തിലെ വന്ദനം ചൊല്ലുന്നു. തോസുട്ടി ബ്രദറിനെ അല്പ നാളുകൾക്ക് ശേഷം വീണ്ടും കാണുവാൻ തക്കവണ്ണം സഹായിച്ച കൃപകൾക്കായി സ്തോത്രം. ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് സാക്ഷി പറയുന്നു. കാരണം ഒരു ഹൗസ് കീപ്പിംഗ്, അടുത്ത ആഴ്ച മുതൽ ഇന്ത്യയിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ അമേരിക്കയിൽ സമയം മാറ്റി വെക്കുന്നതുകൊണ്ട് അടുത്ത വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം 5:30 മണിക്കായിരിക്കും, രാവിലെ 5:30 മണിക്കായിരിക്കും യോഗം തുടങ്ങുന്നതെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് 6:30 ജോയിൻ ചെയ്യാൽ കുഴപ്പമില്ല. എന്നാൽ 6:30 ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് പാതി മീറ്റിംഗ് കഴിഞ്ഞ് ഇരിക്കും. അതുകൊണ്ട് അത് ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ഇന്ന് സാക്ഷി പറഞ്ഞതിന് ശേഷം കർത്താവിൻ്റെ ദാസൻ വചനത്തിൽ നിന്ന് സംസാരിക്കും. സാക്ഷ്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് എന്തുവാ, കവലകളിൽ നിന്ന് പ്രസംഗിക്കുന്നവരെ കുറ്റം പറയുകയും ഇങ്ങനെ ഒക്കെ ചെയ്യുന്ന ഒരു കാലത്ത് ഈ സാക്ഷി പറയുന്നതിൻ്റെ പ്രസക്തി എന്താണെന്നൊക്കെ ചോദിക്കുന്ന ഒരു സമൂഹത്തിന്റെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം ഓരോരുത്തരെയും ദൈവം എങ്ങനെയാണ് തൻ്റെ വഴിയിലേക്ക്, ആ സ്നേഹത്തിൻ്റെ വലയിലേക്ക് കൊണ്ടുപോകുന്നത്. കാരണം എന്നെ രക്ഷയിലേക്ക് നടത്തിയതുപോലെ ആയിരിക്കത്തില്ല വേറൊരാളെ നടത്തുന്നത്. അപ്പോൾ വേറൊരാള് കടന്നുപോയ വഴികൾ കേൾക്കുമ്പോഴേ കാണുമെന്ന് വെച്ചാൽ ദൂരെ നിന്ന് നോക്കുമ്പോൾ എല്ലാ ശുഭവും ശുഭ്രവും ഒക്കെയാ. അടുത്തങ്ങോട്ട് വരുമ്പോഴേ അറിയത്തുള്ളൂ അവർ കടന്നുപോയ പാതകൾ എന്താണെന്ന്. അവരെ ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് നയിച്ചത് എന്താണെന്ന് അറിയണമെങ്കിൽ സാക്ഷ്യങ്ങൾ കേൾക്കണം. ദൈവം നടത്തിയ വഴികൾ, ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നത്, കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾ എന്ത് എന്ന് നമ്മൾ കേട്ടെങ്കിൽ മാത്രമേ, അത് കേട്ടുകേൾവിയായിട്ട് കേൾക്കരുത്. ആ പറഞ്ഞ് അനുഭവിച്ച ആള് പറയുമ്പോൾ അതിന് കുറച്ചുകൂടെ ബലമുണ്ട്. അതുകൊണ്ടാണ് സാക്ഷ്യങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കുന്നത്. അതുകൊണ്ട് വചനത്തിന് പ്രാധാന്യം ഇല്ല എന്നല്ല. അതുകൊണ്ട് കർത്താവിൻ്റെ ദാസി ലത സാക്ഷി പറഞ്ഞതിന് ശേഷം ക്ഷമയോടെ ഇരിക്കണം. കർത്താവിൻ്റെ ദാസനെ നമ്മൾക്ക് വേണ്ടി ഒരു ദൂത് ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പം അതും കേൾക്കുവാനും നമ്മളോട് ഇൻഡിവിജ്വലായിട്ട് എന്തെങ്കിലും ദൂതുകൾ പറയുവാൻ കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കേൾക്കുവാനും നമ്മൾ തയ്യാറായിരിക്കണം. പ്രിയ ലതയുടെ ഭർത്താവ് ചെറിയാച്ചൻ്റെ സാക്ഷ്യം നമ്മൾ ചില ആഴ്ചകൾക്ക് മുമ്പേ കേട്ടു. ഒരു കുടുംബത്തെ മുഴുവനും കൂടെ ദൈവം അവരായിരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് കർത്താവ്, കാരണം ചെറിയാച്ചൻ്റെ പിതാവിനെ ഞാൻ കണ്ടിട്ടുണ്ട്, ചെറിയാച്ചനെ ഞാൻ കണ്ടിട്ടില്ല, പിതാവിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ കുടുംബത്തിൽ നിന്നും ദൈവം അവരെ പബ്ലിക്കായിട്ട് ദൈവത്തിന്റെ സാക്ഷി പറയാൻ ഒരുക്കിയ കൃപകൾക്കായിട്ട് നമ്മൾക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ. സമയം കടന്നു പോകാതെ ഞാൻ ലതയെ തന്റെ സാക്ഷ്യം പറയുവാനായി ക്ഷണിക്കുന്നു. കേൾക്കാമോ? എല്ലാവർക്കും കേൾക്കാം.
പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. താങ്ക് യു ലോർഡ് ജീസസ്. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. ദൈവത്തിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം ആയതിനാഴം ആർക്കു വർണ്ണിക്കാം. ജീവിത ക്ലേശ ഭാരങ്ങൾ മധ്യേ എഞ്ചാരേത്തും സ്നേഹകരം. ജീവിത ക്ലേശ ഭാരങ്ങൾ മധ്യേ എഞ്ചാരേത്തും സ്നേഹകരം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഈ ഒരു മിനിസ്ട്രിയിലേക്ക്, അതായത് തോമസ് അങ്കിൾ ലിൻഡാൻഡിയുടെ ഈ ഒരു മിനിസ്ട്രിയിലേക്ക് എന്നെ ഈ സാക്ഷി പറയുവാനായിട്ട് ക്ഷണിച്ചതിനായി ഞാൻ വലിയവനായ ദൈവത്തിന് നന്ദി പറയുന്നു. ലിൻഡാൻഡി എന്നോട് ഞങ്ങൾ രണ്ടുകൂടെ ഒരു പ്രാവശ്യം ഒരുമിച്ചിരിക്കാൻ പറഞ്ഞു. പക്ഷെ അത് സാക്ഷി അതിനകത്ത് തീരത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ തന്നെ ലിൻഡാൻഡിയോട് റിക്വസ്റ്റ് ചെയ്ത് വേറെ പ്രാവശ്യം ഞാൻ വന്ന് പറഞ്ഞു കൊള്ളാമെന്ന്. കാരണം സാക്ഷി എന്ന് പറയുമ്പോൾ നമ്മള് ദൈനംദിനം ഒരുപാട് സാക്ഷി, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രധാനപ്പെട്ട സാക്ഷ്യങ്ങൾ, അതായത് ഒരു ദിവസങ്ങൾ ഇരുന്ന് പറഞ്ഞാൽ പോലും തീരാത്തവണ്ണമുള്ള സാക്ഷ്യങ്ങൾ ഞങ്ങളുടെ ലൈഫിലുണ്ട്. പക്ഷെ അതിൽ ഞാൻ ക്രിസ്തുവിനെ അറിയാൻ റീസൺ ആയത് എങ്ങനെയാണ്, എൻ്റെ യേശുവിനെ, ഈ സ്നേഹം എങ്ങനെ ഞാൻ ഈ സ്നേഹത്തിലേക്ക് എങ്ങനെ ഞാൻ വന്നു എന്നുള്ളതിനെ മാത്രം അത് ചുരുക്കി പറഞ്ഞു. കാരണം ദേവദാസൻ പ്രസംഗിക്കാനുണ്ടല്ലോ. ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡിന്റെ പറയുവാണെങ്കിൽ, കൊച്ചിലെ എൻ്റെ പേരൻസ് അങ്ങ് കുവൈറ്റിലായിരുന്നു. അവര് കുവൈറ്റ് പോയപ്പോൾ ഞങ്ങൾ 3 ഗേൾസ് ആണ്. അപ്പൊ ഞങ്ങളെ മൂത്ത ഞങ്ങൾ രണ്ടുപേരെയും എൻ്റെ വല്യപ്പച്ചനെയും എൻ്റെ അമ്മയുടെ അപ്പനെ അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് എൻ്റെ പേരൻസ് കുവൈറ്റിലേക്ക് പോകുന്നത്, ഇളയ സിസ്റ്ററുമായിട്ട് പോയത്. അപ്പൊ ഞങ്ങള് അവിടെ ആ കായംകുളം ദേശത്താണ് ഞങ്ങള് വളർന്നത്, പഠിച്ചതും. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ പള്ളിയിലെ, അതായത് അവിടുത്തെ ഓർത്തഡോക്സ്, എന്റെ വല്യപ്പച്ചൻ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പള്ളിയുമായിട്ട് വളരെയേറെ ബന്ധമുള്ളതുകൊണ്ട് ഞങ്ങൾ ഏകദേശം പള്ളി സ്കൂൾ ഇത് മാത്രമാണ് ഞങ്ങളുടെ ഒരു എന്താ പറയുന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ പള്ളിയുടെ സകല ചൊല്ലുകളും എല്ലാം എന്ന് വെച്ചാൽ ഓരോ അതിനകത്ത് നടക്കുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ ഓരോ ആചാരങ്ങൾ എന്ന് വെച്ചാൽ പെരുന്നാള്, ദുഃഖവെള്ളി, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിനകത്ത് ഓരോ ചൊല്ലുകളും കാണാൻ അറിയുകയും അതിനകത്ത് അങ്ങ് ഇൻവോൾവ് ചെയ്ത് ഞങ്ങള് ഒരു ലൈഫായിരുന്നു ഞങ്ങളുടേത്. അതുകൊണ്ട് തന്നെ ആ ഒരു എന്താ പറയുന്നത്, എന്നെ മാതാവിന്റെ നാമത്തിലാണ് മണർകാട്ട് പള്ളിയിലാണ് മാമോദീസ മുക്കിയത്. അപ്പം മാതാവുമായിട്ട് വളരെ അടുപ്പം. പരിമല തിരുമേനി ഞങ്ങളുടെ ഏറ്റവും തൊട്ടടുത്തായിട്ട് എല്ലാ ആഴ്ചയിലും പരിമല പള്ളിയിൽ പോവുക, അവിടെ പോയി പ്രാർത്ഥിക്കുക, മെഴുകുതിരി കത്തിക്കുക, ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഒരു കൊച്ചിലത്തെ ഒരു മെയിൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഇരിക്കെ ഞാൻ എൻ്റെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാന് ഈ എന്ന് വെച്ചാൽ ഓർത്തഡോക്സ് പള്ളിയിൽ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അറിയാമല്ലോ നിങ്ങൾക്ക് അവിടുത്തെ ചൊല്ലുകളും എല്ലാം. അതിനകത്ത് ഞാൻ അവിടുത്തെ കൊയർ മെമ്പർ ആയിരുന്നു. 2ാം ക്ലാസ് മുതൽ അതിന്റെ കൊയർ മെമ്പർ ആയതുകൊണ്ട് അതിനകത്ത് പാടാനും എല്ലാത്തിനും. അപ്പൊ പള്ളി തുറക്കുമ്പോൾ തന്നെ ഞങ്ങൾ അവിടെ ഉണ്ട്. അപ്പം അതിലിങ്ങനെ ഭയങ്കര ആക്റ്റീവായിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ പറയുവാണ്, അന്ന് പാടുന്നു, എല്ലാ പാട്ടുകളും എല്ലാ ചൊല്ലുകളും എല്ലാം അറിയാമെങ്കിലും എനിക്ക് യേശുവായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധമില്ല. യേശു എന്താന്ന് എനിക്കറിയില്ല. പക്ഷെ പള്ളി ചൊല്ലുകളും എല്ലാം എനിക്ക് കാണാതെ അറിയാം, എല്ലാം നന്നായിട്ട് അറിയാം. അങ്ങനെ പോകുന്ന സമയത്താണ് ഞാൻ എൻ്റെ സ്കൂളിൽ, എൻ്റെ +2 പഠിക്കുന്ന കാലത്ത് ഞാൻ അവിടെ പഠിക്കുന്ന സമയത്ത് ഒരു കുട്ടി അവിടെ ആ സ്കൂളിൽ പഠിച്ചൊരു കുട്ടി പാസ് ഔട്ട് ചെയ്തിട്ട് അവള് കമ്പാർട്ട്മെന്റ് എക്സാം എഴുതാനായിട്ട് തിരിച്ചു വന്നപ്പം അവള് ഇതുപോലൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് അവള് ഒരു ഭയങ്കര വിശ്വാസി, ഭയങ്കര ഒരു പെന്തക്കോസ് അനുഭവത്തിൽ അവൾ വന്നത്. അതൊന്നും എനിക്ക് അറിയത്തില്ല അങ്ങൊന്നും പറയാൻ. പക്ഷെ ഇവള് വന്ന് ഭയങ്കര പ്രാർത്ഥനയും ആരാധനയും ഒക്കെ നടക്കുന്നു, കൈയടിക്കുന്നു, അന്യഭാഷയിൽ ആരാധിക്കുന്നു, ഇതൊക്കെ പറയുമ്പോൾ എനിക്കിത് പുതുമയാണ്. ഇതിങ്ങനൊക്കെ ഒരു കൈയടി, ഈ മാർഗം ഞാൻ ഏറ്റവും വെറുത്ത ഒരു മാർഗം. ആമേൻ, സ്തോത്രം. എനിക്ക് ഇഷ്ടമേ അല്ലാണ്ട് ഈ കൈയടി, ഈ അന്യഭാഷ, ഇവരെന്താണ് ഈ സംസാരിക്കുന്നത് ഇത് പറയാ. ഞാൻ ആ ഹോസ്റ്റലിലുള്ള എല്ലാവരെയും അവൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റി, എന്നെ ഒഴിച്ച്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് മാത്രം ഇതിനെ വെറുത്ത് ഞാൻ ക്ലാസ് എനിക്കങ്ങ് കണ്ടുകൂടായിരുന്നു ഇവരിങ്ങനെ വന്ന് നിന്ന് പറയുന്ന സമയത്ത്. അപ്പൊ ഞാൻ ഇതിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിരുന്ന ഒരു വ്യക്തി. അത് അങ്ങനെ അങ്ങ് പോയി ആ കാലഘട്ടം ഞാൻ ഏറ്റവും കൂടുതൽ. അപ്പം പിന്നീട് ഞാൻ വിവാഹത്തോടെ ഞാൻ എൻ്റെ 20 ഞാൻ ബികോം പഠിച്ചത് കോട്ടയം CMS കോളേജിൽ. അതിനുശേഷം ഞാൻ എൻ്റെ ബികോം പഠനകാലം അതെല്ലാം അങ്ങനെ അങ്ങ് പോയി. ഈ പള്ളിയും ഇതുമായിട്ടൊക്കെ അങ്ങനെ പോയി. അങ്ങനെ ഇരുന്ന കല്യാണം പെട്ടെന്ന് നിശ്ചയിക്കപ്പെട്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് പറയാം, ചെറിയാച്ചനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. ചെറിയാച്ചൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സ്ഥാപക നേതാക്കന്മാരിൽ ഒരാളാണ്. എൻ്റെ ഫാദർ ഇൻ ലോ TK വർഗീസ് വൈദ്യൻ, അതായത് മകൻ ചെറിയാൻ കൽപ്പാടി. അപ്പൊ ഞാൻ
അദ്ദേഹത്തെ കല്യാണം കഴിച്ച് ഇവിടെ വരുമ്പോൾ ഒരു സാഹചര്യവും ഇല്ല, പിന്നെ പള്ളി പോലും ഇല്ല. മറ്റേ പള്ളിയെങ്കിലും ഉണ്ടായിരുന്നു, ഇവിടെ പള്ളിയും ഇല്ല. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ പ്രാർത്ഥനകളൊന്നുമില്ല. അമ്മച്ചി നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇവിടുത്തെ അമ്മച്ചി. അമ്മച്ചിയുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അമ്മച്ചിക്ക് എപ്പോഴും പള്ളി പോകാൻ പറ്റിയില്ലെങ്കിലും എപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് അമ്മച്ചി മുറിക്കാവുന്നിരുന്ന തലേ തുണി ഇട്ടിരുന്ന് പ്രാർത്ഥിക്കുന്ന കണ്ടിട്ടുണ്ട്. കവ്വാകൾ ചൊല്ലുന്നു, പ്രാർത്ഥിക്കുന്നു, അങ്ങനെ ഒരു അനുഭവത്തിലൂടെയാണ്. പക്ഷെ ചെറിയച്ഛൻ ഒന്നും തന്നെ. അങ്ങനെ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ ഒരു ലൈഫ് എന്ന് പറയുന്നത് സിനിമാക്കാർ വരുന്നു, രാഷ്ട്രീയക്കാർ വരുന്നു, ചെറിയച്ഛൻ അവരുമായിട്ട് പോകുന്നു, എല്ലാം ഈ ഹോട്ടൽ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് ഇവർ വരുന്നു. ആ ഒരു ലോകത്തിൽ ഇങ്ങനെ അങ്ങ് ഇത് പെട്ടുപോയി ആളുകളെ സ്വീകരിക്കുന്നു, വലിയ വലിയ ആൾക്കാർ വരുന്നു, ഇത് നിന്നു. അപ്പൊ പിന്നെ പ്രാർത്ഥന എന്ന് പറഞ്ഞതേ ടോട്ടലി അങ്ങ് വിട്ടു. അപ്പം ഇവിടെ വന്നു. അമ്മച്ചി മാത്രം ഇങ്ങനെ ഇടയ്ക്ക് എനിക്ക് അത്ഭുതപ്പെടുത്തിയത് സിയോൺ സഞ്ചാരി പാട്ടൊക്കെ ഒരു പ്രാവശ്യം ഞാൻ ചുമ്മാന്ന് പാടിയപ്പോ ചെറിയച്ഛനോട് ചോദിച്ചിട്ടുണ്ട്, ഇത് പുതിയ പാട്ടാണോ ചോദിച്ചിട്ടുണ്ട്. അത്രമാത്രം ചെറിയച്ഛന് പള്ളിയുമായിട്ടുള്ള ബന്ധമെന്ന് ഓർത്തു നോക്കിയത്. പിന്നെ ഞാൻ പള്ളി എന്ന് പറഞ്ഞാൽ ചെറിയച്ഛൻ കൊണ്ട് ദുഃഖവെള്ളിയാഴ്ച കൂടി ചെറിയച്ഛൻ കൊണ്ട് പള്ളി, അതായത് ആ സ്ലീബ നമസ്കാരം ഉണ്ടല്ലോ, ആ ലാസ്റ്റ് ആ നമസ്കാര സമയത്ത് എന്നെ കൊണ്ട് അവിടെ കൊണ്ടുവിടും. തിരിച്ച് ഞങ്ങള് സ്ലീബ മുത്തെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരും. ഇതാണ് ഞങ്ങളുടെ ഒരു പള്ളിയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള അനുഭവം. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് എല്ലാ ദിവസവും മിക്കവാറും സിനിമ തിയേറ്ററിൽ പോവുക, തിയേറ്ററുകളിൽ നിന്ന് തിയേറ്ററിലോട്ട്. എനിക്ക് തോന്നുന്നു എന്റെ എനിക്ക് 3 മക്കളാണ്. മൂത്ത മകൾ സേറ, അവരുടെ ഡോക്ടറാണ് ഓസ്ട്രേലിയയിലെ, ഹസ്ബൻഡ് ഡോക്ടർ ആൻസൺ. അവർ രണ്ടുപേരും ഇപ്പോൾ ഈ ഒരു അനുഭവത്തിലായിരിക്കുന്ന. മൂത്ത മകൻ വർഗീസ് ഇവിടെ ട്രിവാൻഡ്രം ക്വസ്റ്റ് ഗ്ലോബലിലെ, മോള് വൈഫ് അമൃത, ഇളയ മോന് അലക്സ് എന്ന് പറഞ്ഞത് ഇപ്പൊ ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞ് ഇവിടെ താജില് കഴിഞ്ഞിട്ട് ഇപ്പം അടുത്ത ജോലിക്കായിട്ട് കയറുകയാണ്. അങ്ങനെ 3 കുഞ്ഞുങ്ങൾ. ദൈവകൃപയാൽ അവരാരും ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലല്ല, അവരെല്ലാവരും ഇപ്പൊ വിശ്വാസത്തിലും ഈ ഒരു ഇതിലായിരിക്കുന്നു. ഞാൻ ഇത് പറയുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ എന്റെ മൂത്ത മകളുടെ പ്രസവത്തിന് പോകുമ്പോൾ പോലും ഞാൻ യേശുവെ എന്നൊരു വിളിയില്ല. കാരണം ഞാൻ കാണുന്ന എന്റെ അമ്മയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് പരിമളത്തിന്മേനയുടെ ഫോട്ടോയുടെ മുൻപിൽ മെഴുകുതിരി കത്തിച്ച് ആശ്വാസമേ എനിക്ക് ഏറെ ചൊരിയണമേ എന്നുള്ള പാട്ടാണ് അമ്മ പാടുന്നത്. അതും യേശുവിനെ പുകഴ്ത്തുന്നതല്ല, പരിമളത്തിന്മേനയുടെ പാട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം ഇതാണ് ഞങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ എന്റെ മകളുടെ എല്ലാം ജനനം കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ എന്റെ ഫാദർ കുവൈറ്റ് യുദ്ധമായിട്ട് ഇങ്ങനെ നാട്ടിൽ വന്നു. നാട്ടിൽ വരുന്ന സമയത്ത് ആ ഒരു കാലഘട്ടം, ആ ഒരു സമയത്ത് എന്റെ അമ്മയെ എന്റെ വീടിനടുത്ത് ഒരാൾ പ്രാർത്ഥനയ്ക്ക് വിളിച്ചു. അപ്പൊ ഒരു ആന്റി വിളിച്ചു. അവരൊരു 8 പേര് ചേർന്നിരിക്കുന്ന ഒരു പ്രാർത്ഥനയ്ക്ക് എന്റെ അമ്മ കടന്നു പോകാനിടയായി. അവിടെ ചെന്നപ്പോൾ അവിടെ ഇതുപോലുള്ള ആരാധനയായിരുന്നു. അമ്മ അവിടെ പോയി ഇച്ചിരി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് അന്നത്തെ ആന്റി ആ പ്രസംഗിക്കുന്ന സമയത്ത് പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന ആന്റിക്ക് അറിയത്തില്ല, ആരുടെയും ഒരാളുടെ പിന്നെ ഒരു ഹോസ്പിറ്റലൈസേഷൻ കാണിക്കുന്നു, അത് വളരെ സീരിയസ് ആണ്, അതിൽ മരണപ്പെട്ടു പോകുന്ന അവസ്ഥ. ഇത് 8 പേരേ ഉള്ളൂ മൊത്തം. അപ്പൊ ഇതില് ആരുടെയാന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. അമ്മ അപ്പൊ പ്രാർത്ഥനയൊക്കെയാണ് ഈ കയ്യടിയുമ്പോഴൊക്കെ ആയത് കാരണം അമ്മ എഴുന്നേറ്റിക്ക് പോകുന്നു. അമ്മയ്ക്ക് ഇതൊന്നും പരിചയമില്ലല്ലോ. തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു അമ്മയെ പ്രാർത്ഥനയെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, അയ്യോ നമുക്കൊന്നും പറ്റത്തേ ഇല്ല, വല്ലാത്തൊരു കൾച്ചറായത്. ഇതായിരുന്നു അമ്മ തിരിച്ചു വന്നത്. പക്ഷേ അന്ന് വൈകുന്നേരം പരിമല പള്ളിയിലെ എന്താ വെച്ചാൽ നവംബർ 1, 2 പരിമല പെരുന്നാളാണ്. അപ്പൊ ആ പെരുന്നാള് ഇവിടെ ചെറിയചേനയാണ് അത് ഷൂട്ട് ചെയ്യാനായിട്ട് സഭ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ബിഹോൾഡ് എ സെയിന്റ് എന്ന് പറഞ്ഞ ഒരു ആ പരിമളത്തിൽ അതിന്റെ ഫുൾ ഫീച്ചർ. അപ്പൊ ഞങ്ങളൊക്കെ ചെറിയ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഏറ്റവും മുൻപിൽ വന്ന് നിൽക്കണം. അപ്പൊ ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങളായിരിക്കും ഏറ്റവും ഫ്രണ്ടില് പരിമല ആ ഇതിന്റെ മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ അതൊക്കെ അനുസരിച്ച് ഞങ്ങള് ട്രെയിനില് എന്റെ അമ്മയും എന്റെ ഇളയ സിസ്റ്ററേയും കൂടെ എന്റെ ഫാദർ കയറ്റി വിട്ടു. എന്റെ പപ്പ പിറ്റേ ദിവസം അങ്ങ് ചെല്ലാമെന്ന് പറഞ്ഞു. അന്ന് അമ്മ ട്രെയിനിൽ കയറുമ്പോൾ തന്നെ തിരിച്ചു കയറി കഴിഞ്ഞപ്പോ എന്റെ ഫാദറിന്റെ പെട്ടെന്ന്, അപ്പൊ ഞാൻ നാട്ടിലാണ്, ചെന്ന് അമ്മയെ പിക്ക് ചെയ്യണം. അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്റെ ഫാദറിന്റെ പെട്ടെന്ന് ഒരു വല്ലാഴി പോലെ തോന്നി. പപ്പ അപ്പച്ചനെ വിളിച്ചെന്തോ ഇല്ല. അപ്പൊ തങ്ങച്ചൻ തന്നെ ഒരു കാര്യം ഒരു ഓട്ടോ എടുത്ത് നേരെ ഡ്രൈവ് ചെയ്യണ്ട ഹോസ്പിറ്റലോട്ട് ഇതെല്ലാം പറഞ്ഞപ്പോ അവരോട് ചെന്ന് സാറിന്റെ കൂടെ ആരും ഇല്ലെന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. സീരിയസ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ എനി ടൈം ഹി ക്യാൻ, ഏത് സമയവും ആള് പോകും എന്നുള്ളതിൽ പപ്പ തന്നെയാണ് ആംബുലൻസിൽ ചെന്ന് മെഡിക്കൽ കോളേജിൽ ഇറങ്ങിയതും. എന്നുവെച്ചാൽ പ്രാർത്ഥന നടന്നതിന്റെ അന്നാണെന്ന് ഓർക്കണം ഇത്. അപ്പം എന്റെ ഫാദറിനെ കുറിച്ചായിരുന്നു അന്ന് ഇത് പറഞ്ഞതെന്ന് ഓർക്കണം. അപ്പൊ അന്ന് രാത്രി എല്ലാവരും പെട്ടെന്ന് അമ്മ വന്ന് ട്രെയിനിൽ ഇറങ്ങുന്നു, തിരിച്ചു നേരെ കാർ എടുത്ത് വരുന്നു. ഐസിയുവിന്റെ വാതിൽ, മെഡിക്കൽ കോളേജ് ഐസിയുവിന്റെ വാതിക്കല് ഞാനും എന്റെ സിസ്റ്റേഴ്സും ഉണ്ട്. അപ്പം അപ്പൊ എല്ലാവരെയും അറിയിച്ചോളാം, ഡോക്ടർ വിജയരാഘവനാണെന്ന് പറഞ്ഞത്. നമ്മളിപ്പം എല്ലാവരെയും വിളിച്ച് വിവരം പറയണമല്ലോ. അപ്പൊ എല്ലാവരോടും പറഞ്ഞ് അറിയിച്ചോളാം. ഞങ്ങൾ കാണുന്നത് മൂക്കിലൊക്കെ ട്യൂബ് ഇട്ട് എനി ടൈം പോകാവുന്ന രീതിയിൽ എന്റെ പപ്പ ശ്വാസം എടുക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ച എന്നെ കാണുന്നത്. അമ്മ അത് കണ്ടിട്ട് എന്റെ വിവാഹം മാത്രമേ കഴിഞ്ഞുള്ളൂ. എന്റെ സെക്കൻഡ് സിസ്റ്റർ അന്ന് BDS പഠിക്കുകയാണ്. അപ്പൊ ഇളയ സിസ്റ്റർ കുഞ്ഞ്. അപ്പൊ ചെറിയ പരിമല പള്ളി ഈ മൊബൈൽ ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും അറിയിക്കാനും പറ്റുന്നില്ല. ഞങ്ങൾ വാതിക്കലിരിക്കുമ്പോൾ
എൻ്റെ അമ്മ പെട്ടെന്ന് ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിനെ ഓർത്തു. അമ്മ പെട്ടെന്ന് അവരെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, തങ്കച്ചാൻ എനിക്കിങ്ങനെ സീരിയസ്. അപ്പൊ അന്ന് അമ്മ രാവിലത്തെ പ്രാർത്ഥനയുടെ കാര്യം ഇത് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും ഷെയിനായിട്ട് അവരെല്ലാവരും അന്ന് രക്ഷമാൻ വിഷമിക്കണ്ട, ഞങ്ങൾ പ്രാർത്ഥിക്കുക, ഇന്ന് രാത്രി ഒരുമിച്ചിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും തങ്കച്ചാൻ. പക്ഷെ ഞങ്ങൾക്ക് അറിയാം പപ്പ മരിക്കും എന്നുള്ളത് അറിയാം. കാരണം പപ്പയുടെ സ്റ്റേജ് അത്ര മോശമാണ്. കാരണം വല്ലാത്തൊരു അവസ്ഥയിൽ കോമ സ്റ്റേജിലേക്ക് പോകുന്ന ഒരവസ്ഥയിൽ അന്ന് രാത്രി ഞാൻ എൻ്റെ അമ്മയും കൊണ്ട് ഞാൻ എനിക്ക് വീട്ടിൽ വന്ന് എൻ്റെ സിസ്റ്റർ വാതിക്കൽ നിൽക്കുന്നു. കാരണം മെഡിക്കൽ കോളേജിൽ അറിയാലോ, ഐസിന്റെ വാതിക്കലൊന്നും സ്ഥലമില്ല. അങ്ങനെ ഞാൻ വീട്ടിൽ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഒരു ഫോൺ കോൾ പ്രതീക്ഷിക്കുകയാണ്, പപ്പ പോയി എന്നുള്ള ഒരു ഫോൺ കോൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് വെളുപ്പിന് 6:30. അപ്പൊ ഞങ്ങൾക്ക് ബെല്ലടിക്കും പേടി. എൻ്റെ അമ്മ എന്നോട് പറയുന്നത്, കരഞ്ഞു വിളിച്ച അമ്മ പ്രാർത്ഥി, കർത്താവ് എന്നെ വിധവയാക്കല്ലേ, എനിക്ക് കർത്താവ് നീ തരുന്ന ഒരു ആയുസ് ഞാൻ നിനക്ക് വേണ്ടി ജീവിച്ചോളാം എന്ന അമ്മ കർത്താവിനോട് വാക്ക് കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ ചെന്ന് ഞങ്ങൾ രാവിലെ കേൾക്കുന്ന വാർത്ത എൻ്റെ സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, പപ്പായ്ക്ക് എന്തെങ്കിലും കഴിക്കാം, നിങ്ങൾ എന്തെങ്കിലും ഇഡലി വല്ല വാങ്ങിച്ചാൽ പപ്പയ്ക്ക് ഇറക്കാൻ പറ്റുന്നത്. ഞങ്ങള് തിരിച്ച് ഇപ്പൊ ഇഡലി ഒന്നും നമ്മളെ പ്രിപ്പയർ ചെയ്തിട്ടില്ലല്ലോ, നമ്മൾ പെട്ടെന്ന് പുറത്തുനിന്ന് ക്യാൻറ്റീനിൽ നിന്ന് ഇഡലിയൊക്കെ വാങ്ങിച്ച് ഞങ്ങളോട് ചെല്ലുമ്പോൾ തലേദിവസം ട്യൂബ് ഇട്ടിട്ട് കിടന്ന എൻ്റെ പപ്പ വളരെ നോർമലായിട്ട് ശ്വാസം പറ്റി ഞങ്ങളെ നോക്കി ചിരിക്കുന്നത് ഏതാ സമയം ചോദിക്കുന്ന ഒരു കാഴ്ചയാണ്. കൃപയാണ്. അമ്മൻ സ്തോത്രം. അന്ന് ആ അവസ്ഥയിൽ എൻ്റെ പപ്പായെ തിരിച്ച് ദൈവം തന്നത് കൊണ്ട് എൻ്റെ അമ്മ പൂർണ്ണമായിട്ട് ദൈവസ്ഥനിൽ സറണ്ടർ ചെയ്തു. എൻ്റെ പപ്പ ഓർത്തഡോക്സ് എൻ്റെ പപ്പ കുവൈറ്റിലെ ബസേലിയസ് മൂവ്മെന്റ് പ്രസിഡന്റും അതിന്റെ ഏറ്റവും ടോപ്പ് ഒരാളാണ്. അതിന്റെ വൺ ഓഫ് ദ ഒരു മെയിൻ ആളാണ് കുവൈറ്റിലെ ഓർത്തഡോക്സ് ചേർച്ചിൽ. അപ്പം പപ്പ നാളുകൾക്ക് ശേഷം പപ്പ ഒന്ന് ബെറ്ററായി. 1 കിലോ വെയിറ്റ് പോലും കൈ താങ്ങാൻ വയ്യാതെ എൻ്റെ പപ്പ കുവൈറ്റ് ഇരുത്തതിന്റെ എല്ലാം കഴിഞ്ഞ് പപ്പ വീണ്ടും കൃപയാൽ പപ്പ തിരിച്ചു കുവൈറ്റിലോട്ട് പോകുന്ന എൻ്റെ അമ്മ നേരെ സ്നാനക്കുളത്തിലേക്ക് പോയി. പപ്പായോട് പറഞ്ഞില്ല. അമ്മ ഈ വിശ്വാസത്തിലാണെന്ന് എൻ്റെ പപ്പായ്ക്ക് അറിയുന്നില്ല. എൻ്റെ പപ്പായും എൻ്റെ അമ്മയും എൻ്റെ ഇളയ സിസ്റ്ററും കൂടെ പോയി സ്നാനപ്പെടാനിടയായി. അപ്പൊ അങ്ങനെ എന്നോട് ഇത് പറയുന്നതിലൊക്കെ നമുക്കത്ര. അപ്പൊ ചിരേശനോട് ഇത് പറഞ്ഞപ്പോ ചിരേശൻ പറഞ്ഞു, ഇത് ഗൾഫിലുള്ള അമ്മമാർക്ക് സ്ഥിരമുള്ളതാ, ഭർത്താക്കന്മാർക്ക് പോയില്ല, ചിലർ അങ്ങ് പ്രാർത്ഥനയിലോട്ട് പോകും, ചിലർ വേറെ വഴിക്ക് തിരിയും, അതിപ്പോ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പരിപാടിയായി ഇതെന്ന് പറഞ്ഞു ചിരേശൻ. കാരണം ഒട്ടും ഇവിടെ ഈ ഒരു മാർഗം ഇല്ലല്ലോ, അറിയത്തില്ലല്ലോ പ്രാർത്ഥന എന്നുള്ളത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു പ്രാർത്ഥന ഞങ്ങളുടെ ഭവനത്തിൽ നടക്കാനിടയായി. എൻ്റെ അമ്മ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിലാണ് ആ പ്രാർത്ഥന നടത്തട്ടെ എന്നൊക്കെ. ചെറിയ തത്തമ്മ എന്നെ വിളിക്കരുത്, എൻ്റെ തത്തമ്മ എന്നാ വീട്ടിൽ വിളിക്കുന്നത്. അപ്പൊ പറഞ്ഞ തത്തമ്മ എന്നെ വിളിക്കരുത്, ഞാൻ ഇതിനൊന്നും വരത്തില്ല, നീ വേണേ പ്രാർത്ഥന നടത്തിക്കും, പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ കൾച്ചറിൽ വളർത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. കാരണം ഈ ഒരു കൾച്ചർ നമുക്ക് പറ്റുന്നതേ ഇല്ല. ഇത് വെറും ചുമ്മാ ഈ കയ്യടിയും ബഹളവും കയറുന്ന വെറും ഒരു ഇതാണെന്നുള്ള ഒരു വളരെ നിസ്സാരപ്പെട്ട് സംസാരിച്ച ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് അന്ന് വന്ന ദൈവദാസൻ ചെറിയ ഞാൻ പറഞ്ഞു, ഭർത്താവെന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് എത്തിയെന്നെങ്കിലും ഒന്ന് നോക്കണം, അല്ലെ മോശമല്ലേ, കാരണം അവിടെ ഗൃഹനാഥൻ എന്തെന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ വന്ന് എത്തി നോക്കിയപ്പോ അന്ന് വന്ന ദൈവദാസൻ ശക്തമായ ആലോചന ചെറിയച്ചോട് ഇങ്ങനെ ദൂരെ നിന്ന് കണ്ട് ഇങ്ങനെ പറയും. അപ്പൊ ചെറിയച്ചൻ എപ്പോഴും ഈ ഫിലിം ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് ഫിലിം ഫെസ്റ്റിവലിന്റെ വല്ല കാര്യമായിരിക്കും പറയുന്നത് വെച്ചാൽ അങ്ങനെ അതിനോട് ഇത് അത്രയും അതങ്ങ് നിസ്സാരമാക്കി എടുത്തു. നാളുകൾ കഴിഞ്ഞ് അത് കഴിഞ്ഞ അപ്പൊ ഈ വിശ്വാസത്തിലേക്ക് ഞാൻ കടന്നു വന്ന് ഇങ്ങനെ എനിക്ക് സ്നാനം വളരെ എൻ്റെ അമ്മ എന്നോട് ഇത് പറയുന്നുണ്ട്. എൻ്റെ അമ്മയോട് വ്യക്തമായ ദൈവം ഒരു വ്യക്തിയോട് എങ്ങനെയാണ് സംസാരിക്കുന്നത് അതുപോലെ എൻ്റെ അമ്മയോട് കർത്താവ് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ അമ്മ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നതും അതിന്റെ അമ്മയുടെ അത് ഒരു ഭയങ്കര ചേഞ്ച് എൻ്റെ അമ്മയിൽ വന്നത്. കാരണം ഒരു എത്രയോ നാളുകള് പരിമള തിരുമേനിയുടെ മാതാവിന്റെ ഇതിൽ നിന്ന ഒരു അമ്മ പെട്ടെന്ന് അന്യഭാഷയുള്ള ആരാധനയും പ്രാർത്ഥനയും തിരികെപ്പോ എല്ലാവർക്കും ഞങ്ങൾക്കും ഒരു അത് അത്ഭുതമായിരുന്നു, എങ്ങനെ അമ്മ ഇങ്ങനെ ആയെന്നുള്ളത്. ആ അമ്മ അത് ഞങ്ങളോട് ഈ സത്യത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ചെറിയച്ചൻ ഇങ്ങനെ യോഹന്നാൻ 3:5 ഇങ്ങനെ ബൈബിളിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു. യോഹന്നാൻ 3:5 കാരണം സത്യത്തിൽ ആത്മാവിലും ജനിച്ചില്ലെങ്കിൽ, അതായത് നീ ആ ഒരു വാക്ക് എന്നെങ്കിൽ വെള്ളത്താലും ആത്മാവിലും ജനിച്ചില്ല എങ്കിൽ നീ സ്വർഗരാജ്യം കടക്കയില്ല, നീ ദൈവരാജ്യം കടക്കയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ചെറിയച്ചൻ ചോദിച്ചിട്ട് എന്താ ഇത് ഇതിനകത്ത് വ്യക്തമായി എഴുതി വെച്ചിട്ട് പള്ളിയിലെ അച്ഛന്മാർ എന്ത് ഇത് കാണാത്തതെന്ന് എന്നോടിയോ. അപ്പൊ അങ്ങനെ നിന്നപ്പോ ഞാൻ പറഞ്ഞു, ഇത് എഴുതി വെച്ചിട്ടുണ്ട്, ഇതാ എന്നാ പിന്നെ നീ എന്താ പോയി സ്നാനപ്പെടാത്ത? ഞാൻ പറഞ്ഞു, നിങ്ങൾ സമ്മതിക്കാമെങ്കിൽ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ കൃപയാൽ ഞാനും പോയി സ്നാനമേറ്റു. എൻ്റെ സെക്കൻഡ് സിസ്റ്ററും സ്നാനമേറ്റു. അങ്ങനെ അങ്ങനെയാണ് സ്നാനത്തിന്റെ. ഇനിയാണ് പറയുന്നത്, നമ്മൾ സ്നാനമേറ്റു, ഓക്കെ, ദൈവത്തിന്റെ നാമത്തിലെല്ലാം വന്നു. പക്ഷെ ഓർത്തഡോക്സ് പള്ളി എനിക്ക് വിടാൻ പറ്റിയില്ല. കാര്യം പറഞ്ഞാൽ ഞാൻ കരുവാറ്റ ഇവിടെ നിന്നപ്പോ ഞാൻ ഈ കൊയറിലുണ്ടോ ആ പാട്ടിനോട് എനിക്കൊരു ഭയങ്കര താല്പര്യം. അങ്ങനെ നിന്നപ്പോ ഞാൻ അവിടുത്തെ കരുവാറ്റ പള്ളിയിലെ കൊയറൊക്കെ അറിയാവുന്ന മോള് വന്ന് ഇവിടുത്തെ കൊയറിനെ ട്രെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ അവിടുത്തെ കൊയറിനെ ട്രെയിൻ ചെയ്യാനിടയായി. ആ ട്രെയിൻ ചെയ്യാനിടയായപ്പോഴത്തേക്ക് പിന്നെ
ആ കൊയറിനെ ചെന്ന് ഞാൻ തന്നെ പഠിപ്പിക്കുന്നു. അതിനകത്തെ പാട്ടുകൾ മുഴുവൻ നിങ്ങൾക്കറിയാം. എല്ലാം പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിക്കുക. അത് എന്ന് വെച്ചാൽ ഒരു പാട്ട് പോലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അൻപുടയോനെ നിൻവാതിൽ എന്ന് പറഞ്ഞൊരു പാട്ട് മാത്രമാണ് എനിക്കൊന്ന് കർത്താവുമായിട്ട് ഉള്ള ബന്ധമുള്ള ഒരു പാട്ട്. ബാക്കിയെല്ലാം പിന്നെ ബാക്കി പരിശുദ്ധന്മാരോടുള്ള പ്രാർത്ഥന. അപ്പൊ ഞാൻ ഒരു കുഴപ്പമില്ല, വീട്ടിൽ വേർപെട്ട് ഞാൻ സാധാരണ പോലെ പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. ഇത് അമ്മയുടെ ആലോചന പറയുന്നതെല്ലാം പറയും. പക്ഷെ ഞാൻ പള്ളിയിൽ പോയി ഈ കൊയറിനകത്ത് നിന്ന് വളരെ സേഫ് ആയിട്ട് ഞാൻ പൊക്കോണ്ടിരിക്കുക. പക്ഷെ അവിടെയുണ്ട്, ഞാൻ ഇവിടെയുണ്ട്, കുഴപ്പമില്ല. പള്ളിയിൽ ചെല്ലുമ്പോൾ ഓർത്തഡോക്സ് ആണ് ഞാൻ. അങ്ങനെ നിന്നപ്പോൾ ഞാൻ കുവൈറ്റില്, എന്റെ പേരൻസ് കുവൈറ്റിലായിട്ട് അവിടെ ഒന്ന് പോകാനിടയായി. അവിടെ എന്റെ രണ്ടാമത്തെ മകൻ എന്ന് വെച്ചാൽ മൂത്ത മകൻ, എനിക്ക് 3 പിള്ളേരിലെ മൂത്ത മകനുമായിട്ടാണ് ഞാൻ പോയത്. ആ മകനുമായിട്ട് അവിടെ ചെന്നപ്പോൾ എന്റെ കുഞ്ഞ് ആയിട്ട് അവിടെ ചെന്നു. ഒരു കുഴപ്പമില്ല. കുവൈറ്റിൽ അപ്പോൾ ചെറിയ വെയിറ്റ് ചെയ്ത് ഉദ്ഘാടനങ്ങൾ, ചെറിയ സിനിമയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ഉദ്ഘാടനങ്ങൾ കാര്യങ്ങളെല്ലാം നിൽക്കുമ്പോൾ എന്റെ മകൻ പെട്ടെന്ന് ഛർദ്ദിക്കാനും എന്താ രോഗമെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇവൻ എന്ത് കഴിച്ചാലും ഛർദ്ദിക്കുന്നു. ഈ ഒരു അവസ്ഥയിലായി. അങ്ങനെ നിന്ന് ഇവനെ നിൽക്കാൻ വയ്യ. ഈ കുഞ്ഞ് എന്നോട് രാത്രി ചോദിച്ചു, മമ്മ ഞാൻ മരിച്ചുപോയി. കുഞ്ഞാവന് 5 വയസ്സെങ്ങാണ്ടേ ഉള്ളു. അപ്പൊ അവൻ ചോദിച്ചു, ഞാൻ മരിച്ചാൽ മമ്മ കരയുമെന്ന് ചോദിച്ചു. അപ്പൊ ഈ കുഞ്ഞ് വെളുപ്പം ഞാൻ പെട്ടെന്ന് വിളിച്ചു, ഞാൻ പോയിട്ട് വന്നിട്ട് ഈ കുഞ്ഞിന്റെ ബോഡിയുമായിട്ട് തിരിച്ചു പോകേണ്ട അവസ്ഥ വരുമോ? ഞാൻ അവിടുന്ന് ദുബായിൽ എന്റെ സിസ്റ്റർ ഉണ്ട്, അപ്പൊ അവിടേക്കും പോകേണ്ടതാണ്. ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലോട്ട് ഞാനിങ്ങനെ ഇത് ചെയ്തപ്പോ ഞാൻ വല്ലാത്തൊരവസ്ഥയിൽ ഞാൻ നിന്നപ്പോ ഞാൻ ഒരു കർത്താവേ, അന്ന് ഞാൻ എന്നിട്ട് എന്റെ അമ്മയോടൊക്കെ ദേഷ്യപ്പെടും. അമ്മയ്ക്കെല്ലാം ദൈവം വെളിപ്പെടുത്തി. എന്നിട്ട് എന്താണ് അമ്മ എന്താ ഒന്നും മിണ്ടാത്തത് ചോദിച്ചു. കർത്താവിനോട് സംസാരിക്കുന്നില്ല. മറ്റേ നമ്മൾ ചോദിക്കുന്ന സ്പോണ്ടേനിയസ് ആയിട്ട് അമ്മ ഉത്തരം പറയുന്ന ഓരോ കർത്താവ് കാണിക്കുന്നെല്ലാം പറയുന്ന എന്റെ അമ്മയുടെ ദൈവാത്മാവ് ഒന്നും സംസാരിക്കുന്നില്ല. അവസാനം ഞാനങ്ങ് സഹി കെട്ട് കുഞ്ഞ് എന്ന് വെച്ചാൽ ഒരു ഡ്രോപ്പ് വെള്ളം അവന് കൊടുക്കാനൊക്കത്തില്ല, അതും അവൻ ഛർദ്ദിക്കും. അവസാനം ഇവനങ്ങ് മേലിങ്ങിന്റെ 2 കണ്ണുകൾ മാത്രമേ വല്ലാത്തൊരവസ്ഥയിൽ ഒരു മരണം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അവർ വന്ന് ഇവനൊരു കുഴപ്പമില്ല, സ്കാനിങ്ങിനകത്ത് ഒരു കുഴപ്പമില്ല. തിരിച്ച് ഞാനിങ്ങനെ വെച്ചു ദൈവസ്ഥലത്ത് ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ ഒരു കർത്താവേ, ഞാൻ ഇനി ചെന്നാൽ അപ്പൊ അമ്മ 3 ദിവസം ദൈവം എന്നെ ആ രീതിയിൽ ടെസ്റ്റ് ചെയ്തു. ഒരു മകന്റെ മരണം കാണാൻ ഞാൻ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഞാൻ എന്റെ അമ്മ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, കർത്താവ് നിന്നോട് സംസാരിക്കാൻ പറയുന്നത് എന്തോന്നറിയോ, നീ മറ്റുള്ളവരോട് ഗോസ്പൽ അറിയിക്കുന്നത് അത് വെച്ചാൽ ഈ പ്രാർത്ഥന ആരാധനയെ കുറിച്ച് പറഞ്ഞു. പക്ഷെ എനിക്ക് ഇഷ്ടമല്ലാത്ത മ്ലേച്ഛ ആരാധനയ്ക്ക് നീ കടന്നു പോകുന്നു. ഇതെനിക്ക് ഇഷ്ടമല്ല. 2 ഇടത്തൂടെ കാലയോട്ടുന്ന നീ സമർപ്പിക്കുമ്പോൾ നിന്റെ കുട്ടിക്ക് ഇപ്പൊ വിടുതലാന്ന് പറഞ്ഞു. ഞാൻ ആ നിമിഷം ദൈവസ്ഥലത്തെ മുട്ടുകുത്തി. ഞാൻ പറഞ്ഞു, കർത്താവേ, ഇനി എനിക്ക് തരുന്ന ആയുസ് ഞാൻ ഒരിക്കലും ഇനി ഒരു പള്ളിയിൽ പോകത്തില്ല. എനിക്കിഷ്ടമുള്ള ഇതിലേക്ക് ഞാൻ ഇനി പള്ളിയിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആരാധനയ്ക്ക് നിന്നെ അല്ലാതെ ഞാൻ വേറൊരു ആരാധനയ്ക്ക് ഞാൻ പോകത്തില്ല എന്ന് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചെഴുന്നേക്കുമ്പോൾ ദൈവം ഞാൻ കേൾക്കുന്ന ശബ്ദം എന്റെ കുഞ്ഞ് പറയുന്നു, അമ്മ എനിക്ക് വിശക്കുന്നുണ്ട്, എനിക്ക് വല്ല തരാമോ? സ്തോത്രം. അമ്മ അന്നേരം ആ കുഞ്ഞു വഴി ഉടനെ തന്നെ ഞങ്ങൾ പെട്ടെന്ന് ഇവൻ എന്തെങ്കിലും ഒന്ന് തരാൻ നോക്കി. കാരണം എന്ത് കൊടുത്താൽ വെള്ളം കൊടുത്താലും ഛർദ്ദിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് കൃപയാ അവന് ആ സമയത്ത് അവനെടുത്ത് കഞ്ഞി കുടിച്ച് കുഞ്ഞു പിന്നെ പെട്ടെന്ന് കഴിക്കാതെ പെട്ടെന്ന് ഇവൻ റിവൈവ് ചെയ്തു. അതാണ് പിന്നീട് ഞാൻ തിരിച്ച് നാട്ടിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ എന്നെ പള്ളിയിലച്ച വെച്ച് മോളില്ലാത്തതുകൊണ്ട് ഇവിടെ കൊയറൊക്കെ താറുമാറാണ്. ഞാൻ പറഞ്ഞാൽ എനിക്ക് കമ്പ്യൂട്ടർ ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ഞായറാഴ്ച കമ്പ്യൂട്ടർ ക്ലാസ് കൊണ്ടുവച്ചിരിക്കുന്നത്. പിന്നീട് അവിടെ നടന്ന കൺവെൻഷൻ ഞാൻ പാടുന്നത് അച്ഛൻ കണ്ടപ്പോൾ അച്ഛന് മനസ്സിലായി ഞാൻ ഇതിനകത്ത് പെട്ടു എന്നുള്ളത്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്നത് പിന്നെ ഈ അന്യഭാഷ. ഞാൻ പറഞ്ഞു ദുരാത്മാവുണ്ട്, ദൈവമുണ്ടെങ്കിൽ പിശാചുമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ബിസിനസ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലെ ഒരുപാട് ആഭിചാരങ്ങൾ, മന്ത്രവാദങ്ങൾ, നേർച്ച കാഴ്ച, ബിസിനസിന്റെ കോമ്പറ്റീഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും അവിടെ നാട്ടിലാകുമ്പോൾ ആലപ്പുഴയിൽ ഇത് വളരെ സുലഭവുമാണ്. വെറും 2 രൂപ മുതൽ ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഞങ്ങളുടെ വീടിന് ചുറ്റും ഞങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യം ഞങ്ങളുടെ പറമ്പിലും എല്ലാം കൊണ്ടുപോയി ഇടുക, അത് കിട്ടുക, ഇതൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളിതൊന്നും വിശ്വസിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുന്നില്ല, കൃപയാൽ ഇതൊന്നും പറയട്ടെ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഇതിനെ ഹൈലൈറ്റ് ചെയ്യാനല്ല പറഞ്ഞത്. ഇതെല്ലാം ഈ ലോകത്തുണ്ട്. പക്ഷെ അവിടെ ഞാൻ ഏറ്റവും വെറുത്തിരുന്ന ഈ അന്യഭാഷ കൊണ്ടാണ് ഞാൻ വിജയിച്ചത്. അമ്മേ സ്തോത്രം. ഞങ്ങളുടെ വീട്ടിൽ പിന്നെ നിരന്തരമായ പ്രാർത്ഥന വരും. നാളുകൾക്ക് ശേഷം ചെറിയച്ചന്റെ ടെസ്റ്റിമണി പറഞ്ഞല്ലോ, യോർദാനിൽ പോയി സ്നാനപ്പെട്ടു. വളരെ ചെറിയച്ചൻ വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചാണ് ചെറിയച്ചൻ ആ ഒരു ഇതിലേക്ക് പ്രാർത്ഥിച്ച് ഇതിലേക്ക് വന്നു. ഏതായാലും കൃപയാൽ സ്നാനപ്പെട്ടു. അവിടെ പ്രാർത്ഥനകൾ നടന്നു. ഈ അന്യഭാഷയാണ് എന്നെ രക്ഷിച്ചത്. അമ്മേ സ്തോത്രം. ഞാൻ ഇന്ന് രാവിലെ എഴുന്നേൽപ്പോ പിന്നെ ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസിനകത്ത് 19-ാം അധ്യായത്തില് പൗലോസ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വിശ്വസിച്ച് പരിശുദ്ധ
പരിശുദ്ധാത്മ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് പോലും ഞങ്ങൾക്ക് കേൾക്കുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവുണ്ട്. ആമേൻ, സ്തോത്രം. അപ്പൊ സ്നാനം ഏറ്റു. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ അവര് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് അവർ അന്യഭാഷകളിൽ സംസാരിച്ചു എന്നാ പറഞ്ഞു. അപ്പോൾ തന്നെ അവിടുത്തെ പുരോഹിതന്മാരുടെ മക്കളുടെ മേൽ ഈ ദുരാത്മാവ്. പൗലോസിനെ അറിയാം, പിശാചിനെ പൗലോസിനെ അറിയാം, യേശുവിനെ അറിയാം, നിങ്ങൾ ആരാഞ്ഞു. അപ്പൊ ദുരാത്മാവ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഇതിൽ ഉണ്ടെങ്കിൽ ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് ആരാധിച്ചാണ് ഞാൻ വിടുതൽ എടുത്തത്. ആമേൻ, സ്തോത്രം. എനിക്കിത് എനിക്ക് അന്യഭാഷ കിട്ടാൻ ഞാൻ ഫാസ്റ്റിംഗ് എടുത്ത് പ്രാർത്ഥിച്ച് അവസാനം ഞാൻ ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്ത് ഞാൻ കർത്താവേ, എനിക്ക് എല്ലാവരും ഞാൻ ഏറ്റവും വെറുത്തിരുന്നതായിട്ട് ദൈവം എന്നെ ഏറ്റവും വെറുത്തിരുന്ന ഒരു ഭാഷ, ഞാൻ ഇതിനെ വളരെ നീചമായിട്ട് സംസാരിച്ചതുകൊണ്ട് ദൈവം എന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചു ഈ ഭാഷയ്ക്ക് വേണ്ടി. ഇത് എത്ര പ്രാധാന്യമുള്ളതാണെന്ന് എന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ച് നാളുകൾ ഞാൻ പ്രാർത്ഥിച്ച് കർത്താവെ എനിക്ക് തരണം. അവസാനം ഞാൻ ഞാനങ്ങ് ദൈവത്തോട് പിണങ്ങി. ഇത് ചുമ്മാ പറയുന്നതാ, ഇത് ചുമ്മാ നീ എന്നെ കളിപ്പിക്കുന്നതാ കർത്താവെ, എനിക്കിങ്ങനെ പക്ഷെ അന്ന് ഒരു ആരാധനയുടെ മധ്യത്തിൽ പരിശുദ്ധാത്മാവ് എന്റെ മേൽ വന്നു. ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ വാല്യൂ ചെയ്യുന്നത് ഞാൻ ഇതല്ലോ ഒരുപാട് വലിയ നമുക്കറിയാം ഒരുപാട് ഉന്നതന്മാർ അവിടെ വരിക, ഇവരുടെ എല്ലാം മുൻപിൽ ഞാൻ നടുവിൽ നിൽക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഉള്ളിൽ അഹങ്കാരം എന്നല്ല പറഞ്ഞു, ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് എൻ്റെ ഉള്ളിൽ ഇവർക്ക് ആർക്കും ഇല്ലാത്തൊരു കാര്യം എനിക്കുണ്ടല്ലോ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലുണ്ടല്ലോ. ഇവരാരും സംസാരിക്കാത്ത ഭാഷ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നല്ലോ. കാർ ഡ്രൈവ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോഴോ നിങ്ങൾ അന്യഭാഷ. അപ്പൊ ഞാൻ എന്നെ കേൾക്കുന്ന എല്ലാവരും, ഞാൻ പറയുന്നത് ഏത് സമൂഹത്തിൽ നിൽക്കുന്നവരാണ് എന്ന് വെച്ചാൽ ശമരിയ സ്ത്രീയോട് കർത്താവ് പറയുന്നുണ്ട്, യോഹന്നാൻ 4:21 സത്യ നമസ്കാരികൾ കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. അപ്പൊ അതുകൊണ്ട് പള്ളി രണ്ടിടത്തും കൂടെ പോകുന്നത് നടക്കില്ല. ആമേൻ, സ്തോത്രം. ഇത് എന്നെ പഠിപ്പിച്ച കാര്യമാണ്. സോ അതുകൊണ്ട് ഞാൻ ഇവിടെയും പോവാം അവിടെയും പോകാന്നുള്ളതല്ല, ലോകം അതിന്റെ അവസാനത്തേക്ക് എത്തുകയാണ് പ്രിയരെ. കാരണം നമുക്കറിയാം, കാരണം നമ്മൾ ഇത് പണ്ട് കേട്ടിട്ടുണ്ട്, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും എന്നുള്ളത്. ഇത് നമ്മൾ നാളുകൾക്ക് മുമ്പ് കേട്ടത്. പക്ഷെ യുദ്ധശ്രുതി അല്ല, ഇപ്പൊ യുദ്ധം ഏകദേശം കൊടുമ്പിരി നമുക്കറിയത്തില്ല എന്താ നമ്മൾ ഇവിടെ ഇരിക്കുന്നോണ്ട്, ഞങ്ങൾ ഇന്ത്യയിൽ ഇരിക്കുന്നോണ്ട് കേരളത്തിൽ ഇരിക്കുന്നോണ്ട് അറിയത്തില്ല. അവിടെ ഇരിക്കുന്നവർക്കും എല്ലാവർക്കും തീർച്ചയായിട്ടും അതിനെ കുറിച്ച് അറിയാൻ നോക്കും. ഇതൊക്കെ കേൾക്കുന്ന നാളുകൾ അടുത്ത് വരുന്നു. ഇറ്റ് വിൽ നോട്ട് ക്രോസ് ചിലപ്പോൾ ഒരു 2030 ക്രോസ് ചെയ്യത്തില്ല കർത്താവിന്റെ വരവ്. എന്ന് വെച്ചാൽ സഭ എടുക്കപ്പെടും. ആ എടുക്കപ്പെടുന്നതിന് മുമ്പേ നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത്, ദൈവത്തോടല്ല സംസാരിക്കുന്നത്. അപ്പൊ ഈ അന്യഭാഷ എന്താണ്? ദൈവത്തോട് സംസാരിക്കുന്നത് ആ ഭാഷ. ഇത് ഒരുപാട് പേര് കുലുകുല ഭാഷ, ഞാനിങ്ങനെ പറഞ്ഞ ആളാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ അവരോട് എനിക്ക് പറയാൻ പറ്റും, സ്നാനമേക്കുന്നത് എന്താണ്? ക്രിസ്തുവിനോട് ചേരാൻ സ്നാനമേറ്റ് നാം. അല്ലാതെ എല്ലാവരും ഞാനിങ്ങനെ വർത്താനം പറയുന്ന സമയത്ത് നിന്നോട് സംസാരിച്ചാൽ ചിലപ്പോൾ മുങ്ങാൻ പറയും. അത് നിങ്ങൾ ഞാൻ യേശുവിനോട് ചേരാനല്ല, സഭയോട് ചേരാനല്ല. ഞാനൊരു സഭയുടെ പ്രസ്ഥാനത്തിന്റെ ഒരു പെന്തക്കോസ് ഞാൻ പെന്തക്കോസ് അനുഭവത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു ഇൻഡിപെൻഡന്റ് വർഷിപ്പ് നമ്മുടെ വീട്ടിൽ തന്നെ കുഞ്ഞായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ അത് ഉള്ളൂ. ഞാനൊരു പ്രസ്ഥാനത്തിന്റെ ആളല്ല. പിന്നെ എനിക്കുള്ള വിഷമമൊന്നുമല്ല, നമ്മൾ ഈ പ്രസ്ഥാനത്തിൽ വന്നു, ഈ സത്യത്തിലും ആത്മാവിലുള്ള ആരാധനയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. നമ്മൾ കർത്താവിന്റെ പരിശുദ്ധാത്മാവിനോട് നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു. ഇതിൽ വന്നിട്ട് ഈ ഒരു പുസ്തകം എടുത്തിട്ട് ഇതിനകത്തൊരു ഉഡായിപ്പ് നമ്മൾ ചെയ്യരുതെന്നുള്ളത് അതിന്റെ ഒരു അഭിപ്രായം. കാരണം ഇതിനകത്ത് ഈ ക്രിസ്തുവിന് ഇതൊരു പണം ഉണ്ടാക്കാനുള്ള മാർഗമല്ല. ആമേൻ, സ്തോത്രം. എന്നാൽ ദൈവജനം, ദൈവദാസന്മാർ ഇത് ഉപജീവനം ഇതുകൊണ്ട് കഴിക്കണം എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നുണ്ട്. അത് ദൈവം തരട്ടെ. പക്ഷെ ഈ പുസ്തകം എടുത്തിട്ട് ഇതിനകത്തൊരു വേലത്തരം കാണിക്കരുത്. കാരണം ഇത് പിന്നെ എടുത്തത് നമ്മൾ ഈ പള്ളിയിൽ നിന്ന് എല്ലാം മാറി വന്നതും ഇതെല്ലാം ഇങ്ങനെ ചെയ്തു വന്നതും ഒക്കെ വെറുതെ ആവും. ഹല്ലേലൂയ, സ്തോത്രം. ഇതിലും നേരം പള്ളി നിൽക്കുന്നതാണ്. കാരണം ഇത് എടുത്തിട്ട് ഇത് ശരിക്കും എന്ന് വെച്ചാൽ വാസ്തവമായും ക്രിസ്തുവിനെ അറിഞ്ഞവർ യേശുപ്പച്ചൻ എന്ന് പറഞ്ഞ സ്നേഹം, God is love. How can you reject love? അത് ദൈവസ്നേഹമാകുന്നു. ആ സ്നേഹത്തെ ആർക്കും റിജക്ട് ചെയ്യാൻ ഒക്കത്തില്ല. ആമേൻ, സ്തോത്രം. അത് വെച്ച് നമ്മൾ നമ്മുടെ ഒരിക്കലും നമ്മുടെ ഒരു വാക്കിനകത്തിലോ ഒരു പ്രവൃത്തിയിലോ നമുക്ക് പുകഴാൻ നമുക്കൊന്നുമില്ല. അവന്റെ നീതീകരണത്തിലോ അവന്റെ വിശദീകരണത്തിലോ നമ്മൾ നിൽക്കുന്ന, അവന്റെ വിശുദ്ധിയിലോ നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്കുള്ള ഒറ്റ കാര്യമുള്ളൂ, ഏതായാലും ഈ മാർഗത്തിലേക്ക് നമ്മൾ വന്നു. വന്നെങ്കിൽ ശരിക്കും വാസ്തവമായും ദൈവത്തിനെ ആ പരമാർത്ഥത, ഹൃദയശുദ്ധിയുള്ള ഒരു ദൈവത്തെ കാണത്തുള്ളൂ. ആമേൻ, സ്തോത്രം. ഞാൻ പറയുന്നത് എത്ര പേര് ഗ്രഹിക്കുന്നു എന്നറിയത്തില്ല. ഇപ്പം കൃപയാൽ ഞാൻ TV ഷോസ് ചെയ്യാറുണ്ട്. എന്റെ അനുഭവങ്ങളൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഒരു ദിവസം തന്നെ 3 പാമ്പുകള് എന്റെ വീടിന്റെ, കാരണം മണ്ണാറശാലയെ ചുറ്റുമുള്ള, അപ്പൊ നമ്മുടെ നേർക്കുള്ള ആഭിചാരങ്ങൾ, മന്ത്രവാദങ്ങൾ, നേർച്ച എല്ലാം ഉണ്ട്. 3 പാമ്പ് ഞങ്ങളുടെ വീടിനകത്ത് മുറിക്കാതെ ഒരു രീതിയുമില്ല വരാൻ. പക്ഷെ കൃപയാൽ ദൈവം
നമ്മുടെ എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ജനത്തെ ദൈവം പ്രൊട്ടക്ട് ചെയ്യും. ആമേൻ, സ്തോത്രം. അന്യഭാഷയുള്ള പ്രാർത്ഥനയും ആ ഒരു അത് പറഞ്ഞാണ് ഞങ്ങൾ ജയിച്ചു നിന്നത്. ആമേൻ, സ്തോത്രം. അല്ലാതെ ഒരു മിടുക്കിലല്ല. എത്ര പ്രാവശ്യം മരണപ്പെട്ടു പോകേണ്ട അവസ്ഥ. ഇതൊക്കെ ഞാൻ പറയാം, എന്റെ ടെസ്റ്റ് മണി ഇതിനകത്തൊന്ന് പറഞ്ഞാൽ ഓരോ സാക്ഷ്യങ്ങളും ഉണ്ട് വളരെ നീളത്തിൽ. കൃപയാൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഹോട്ടൽ നടത്തുന്നു. ഒരു സമയത്ത് ഞാൻ ഒരുപാട് ബിസി ആയിരുന്നു. എന്ന് വെച്ചാൽ രാവിലെ ഹോട്ടലിന്റെ കാര്യങ്ങൾ നോക്കണം, കാര്യങ്ങൾ നോക്കാനായിട്ട് രാവിലെ ഒരു 6 മണി മുതൽ ഇത് തുടങ്ങും. എന്റെ ഈ ഇവിടുത്തെ സാമ്പാർ ഉണ്ടാക്കുക, ഉച്ചക്കത്തേക്കുള്ള മീൽസിന്റെ കാര്യങ്ങൾ, മീനിന്റെ കാര്യങ്ങൾ, ഇതെല്ലാം ഇരിക്കുന്നു. കൃപയാൽ ദൈവം ഇപ്പം എന്നെ ഫ്രീ ആക്കി. ഇപ്പൊ ഞാൻ വെച്ചു വളരെ നാളുകളെ ഇനിയുള്ള ദൈവത്തിന് മുൻപ് ഇനി ദൈവത്തിന്റെ ടെസ്റ്റ് മണി പറയാനായിട്ട് എവിടെയാണോ ദൈവം എന്നെ അയക്കുന്നത്. കൃപയാൽ ഇപ്പൊ ഓരോ മീറ്റിംഗ്സിന് ഇപ്പം ടെസ്റ്റ് മണി പറയാനായിട്ട് പോകുന്നു. കഴിഞ്ഞ ദിവസം മീറ്റിംഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ പോയി പാടാനും ടെസ്റ്റ് മണി പറയാനും ദൈവം എന്നെ ഉപയോഗിക്കുന്നു. ഇതിന് മാത്രമല്ല ഒരുപാട് കാര്യം എനിക്ക് പിന്നാലെ ശ്രേഷ്ഠ ദേവദാസനുണ്ട് സംസാരിക്കാനായിട്ട്. വളരെ ഷോർട്ടായിട്ടൊക്കെ ഇത് പറഞ്ഞു. ഇതിനിടയ്ക്കുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ എങ്ങനെ ക്രിസ്തുവിനെ അറിഞ്ഞു, ഇതാണ് വാസ്തവമായി. സത്യ നമസ്കാരികൾ ദൈവത്തിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന അവർ പരിശുദ്ധാത്മാവെ പ്രാപിച്ച് അവർ സ്നാനപ്പെട്ടു. കാരണം അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ എന്നോട് ചോദിച്ചു, പരിശുദ്ധാത്മാവെ പ്രാപിക്കണോണ്ട്. when you're in Christ, the spirit is already in you. അത് ശരിയാണ്, സ്പിരിറ്റ് ഇസ് ഓൾ. പക്ഷെ യു ഹാവ് ടു ആ പരിശുദ്ധാത്മാവിന്റെ മാനിഫെസ്റ്റേഷൻ ആണ് അന്യഭാഷ, അല്ലെങ്കിൽ പ്രവചനങ്ങളുടെ വരം. ഇതെല്ലാം ഇതിലില്ല. അതിനകത്താണ് ഉടായ്പ കാണിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത്. വാസ്തവമായി ക്രിസ്തുവിനെ രുചിച്ചറിയുന്നവർ, ഇത് ശരിക്കും ഈ ഒരു മാർഗത്തെ മുറുകെ പിടിക്കുന്നവർ തീർച്ചയായിട്ടും ദൈവത്തെ കാണും. അവർ ദൈവത്തോടൊപ്പം യേശുവിനോടൊപ്പം പോവുക, அந்த കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുകയും ചെയ്യും. താങ്ക് യു. എനിക്ക് ഇപ്രകാരം ഞാൻ വളരെ സമയം ഷോർട്ടായിട്ട് എനിക്ക് ഞാൻ പറഞ്ഞ സമയത്ത് നിർത്തണമെന്നുള്ളത് കൊണ്ട് ഞാൻ ഇത്ര ഫാസ്റ്റ് ആയിട്ട് പറയുന്നത്. എന്നെ ഈ മിനിസ്ട്രിയിലേക്ക് ലിൻഡാന്റിയും തോമസങ്ങളൊക്കെ വിളിച്ച് ഒത്തിരി ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. ഇപ്രകാരം സാക്ഷ്യമായിട്ട് നിൽക്കാൻ. സാക്ഷിയാണ് ഇതല്ല, ഇത് ഞാൻ ക്രിസ്തുവിൽ വന്നാൽ മാത്രമേ പറഞ്ഞുള്ളൂ. വലിയ സാക്ഷികളുണ്ട്. കൃപയാൽ എപ്പോഴെങ്കിലും ദൈവം അനുവദിച്ചാൽ പറയാം. ആമേൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ആമേൻ. സ്തോത്രം. താങ്ക് യു ലത. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ വഴികൾ നമുക്കറിയത്തില്ല. ദൈവം ഓരോരുത്തരെയും നമ്മളെ വ്യക്തിപരമായിട്ടാണ് ദൈവം ഇടപെടുന്നത്, അല്ലാതെ മാസായിട്ട് അല്ല. നമ്മളെ ഓരോരുത്തരെയും ആണ് സ്നേഹിച്ചത്. അപ്പോൾ ആ സ്നേഹത്തിന്റെ കീഴിൽ നമ്മൾക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. ദൈവം പ്രിയ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് വചന ശുശ്രൂഷയ്ക്കുള്ള സമയമാണ്. റോയ് പാസ്റ്റർ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. റോയ് പാസ്റ്റർ നമ്മളോടുകൂടെ പലപ്പോഴും വന്ന് ദൈവവചനം സംസാരിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നയിക്കുന്നത് പോലെ മുൻപോട്ട് ശുശ്രൂഷകൾ കൊണ്ടുപോകും. ആർക്കെങ്കിലും പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ കർത്താവിൻ്റെ ദാസൻ എങ്ങനെയാണ് ശുശ്രൂഷിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. ആശീർവാദത്തിന് ശേഷം പ്രാർത്ഥിക്കാൻ ആരെങ്കിലും നിൽക്കുന്നെങ്കിൽ കർത്താവിൻ്റെ ദാസന് സമയമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കും. വീഡിയോ ഓൺ ചെയ്യാവുന്നവർ വീഡിയോ ഓൺ ചെയ്താൽ നന്നായിരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ റോയ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് സന്ധ്യയിങ്കൽ വാഴ്ത്തപ്പെടട്ടെ. ദൈവസന്നിധിയിൽ വിവിധ തലങ്ങളിലിരുന്നു കൊണ്ട് ഈ ഡിവൈസിൽ കൂടെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ശുശ്രൂഷകളിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ഇത് ഹോസ്റ്റ് ചെയ്യുന്ന പ്രിയ തോമസ് അങ്കിളിനും കുടുംബത്തിനും, വിശേഷാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സാക്ഷ്യങ്ങളെ പ്രസ്താവിച്ച സിസ്റ്റർ ലതയ്ക്കും എല്ലാവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ ഇന്ന് അറിയിക്കുന്നു. ദൈവസന്നിധിയിൽ നാം ആയിരിക്കുന്നവല്ലോ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പ്രിയ ദൈവമക്കൾ കൂടെ കേൾക്കുവാനും ചേർന്ന് പാടി ദൈവത്തെ ആരാധിപ്പാനും ദൈവം നമുക്ക് അവസരങ്ങൾ നൽകി. നമുക്ക് ലഭിക്കുന്ന ഈ സമയം വളരെ വിലപ്പെട്ടതാണ് എന്നുള്ളത് ദൈവമക്കൾ മറന്നു പോകരുത്. ആമേൻ. എല്ലാ വെള്ളിയാഴ്ച ദിനങ്ങളിലും, വിശേഷാൽ ഇന്ത്യയിൽ ശനിയാഴ്ച പ്രഭാതത്തിലും ഇങ്ങനെ നടക്കുന്ന ഈ പ്രോഗ്രാമിൽ അനവധി പ്രിയപ്പെട്ടവർ ആമേൻ കേൾക്കുക മാത്രമല്ല, പിന്നീട് മറ്റു ഡിവൈസിൽ കൂടൊക്കെ ഈ ശുശ്രൂഷകൾ ശ്രദ്ധിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. വിശേഷാൽ പ്രിയ കുടുംബത്തിന്റെ ആ ഡെഡിക്കേഷനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ഈ മാധ്യമങ്ങളിൽ കൂടെ അനേകരുടെ ഭവനങ്ങൾക്കകത്തേക്ക്
ദൈവത്തിന്റെ ശബ്ദം മുഴങ്ങത്തക്ക നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവിധമായ അനുഗ്രഹങ്ങളാൽ വരെ നിറയ്ക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം നാം ഇന്ന് കേട്ടു. കർത്താവ് തൻ്റെ സന്നിധിയിലേക്ക് ചെറിയവരെയും വലിയവരെയും വിളിച്ചു വേർതിരിക്കുന്ന ദൈവമാണ്. ആമേൻ. നാം എന്തായിരിക്കുന്നു എന്നുള്ള ഉദ്ദേശത്തിലല്ല ദൈവിക വിളി, നമ്മെ എന്താക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. ഗലീല കടലിനകത്ത് ആമേൻ വലയും പടകുമായി കടലിനകത്ത് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന പത്രോസിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നു മുതൽ ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാക്കും. അതുകൊണ്ട് ഈ ഡിവൈസിൽ ആയിരിക്കുന്ന 91 പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവിനെ ഈ രാത്രി പറയുവാനുള്ള സന്ദേശം, നമ്മെ വിളിച്ചതിന് പിൻപിൽ ഒരു ഉദ്ദേശമുണ്ട്. നാം ഇന്ന് എന്തായിരിക്കുന്നു എന്നുള്ള ഉദ്ദേശത്തിലല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നാളെയുടെ ദിനങ്ങൾ നമ്മെ എന്താക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ദൈവിക വിളി. അത് മനസ്സിലാക്കണമെങ്കിൽ അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിൽ അനന്യാസിനോട് ആമേൻ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. നീ ശൗലിന്റെ അരിക്കൽ ചെല്ലണം. അവന് ദമസ്കോസിൽ യൂദയുടെ ഭവനത്തിൽ ഇരിക്കുക, നേർവീതി വഴി കടന്നു ചെല്ലണം. അനന്യാസ് പറയുന്നുണ്ട്, കർത്താവേ, ഈ മാർഗത്തിലുള്ള പലരെയും ഉപദ്രവിച്ചവനാണ്, ചിലപ്പോൾ അവൻ എന്നെയും അറ്റാക്ക് ചെയ്യും. കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രയേൽ മക്കൾക്കും മുൻപിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാണ്. അപ്പോൾ നാളെയുടെ ദിനങ്ങളിൽ നാം എന്താകണമെന്നുള്ളത് ദൈവത്തിന്റെ ഉദ്ദേശമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി കേൾക്കുന്ന ദൈവശബ്ദത്തിന് മുൻപിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം, ദൈവം തന്റെ പ്രവർത്തികൾ തന്റെ ജനത്തിൽ നിന്നും വെളിപ്പെടുത്തുന്നു, തനിക്ക് ഇഷ്ടമുള്ളവരെ വേർതിരിക്കുന്നു എന്നുള്ള ദൈവ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ദൈവം നമുക്ക് അവസരം നൽകിയല്ലോ. ഇന്ന് രാത്രിയിലെ ദൈവജന ചിന്തയ്ക്കായി ഒരു ഷോർട്ട് മെസ്സേജ് നിങ്ങളുമായി പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ആമേൻ. ദൈവത്തിന്റെ മഹത്വം. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 6-8 വാക്യങ്ങളിൽ കൂടെ ഒരു ദൈവശബ്ദം നിങ്ങൾക്ക് പകരുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ 6-ാം വാക്യത്തിന് ഒടുവിലത്തെ ഭാഗം ഇങ്ങനെയാണ്: അവൾ എങ്കൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. 8-ാം വാക്യത്തിന്റെ ആരംഭവാക്യം, അവൾ തന്നാൽ ആവത് ചെയ്തു. നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കാം. ഇന്ന് ഈ പ്രഭാതത്തിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ഈ രാത്രി അമേരിക്കൻ ഐക്യനാടുകളിൽ വരുന്ന ദൈവശബ്ദം കേൾക്കുന്ന നമ്മോട് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി സംസാരിക്കേണ്ടതിനായി ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധ കർത്താവേ, നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ വാഴ്ത്തുന്നു. ആമേൻ. ഈ ഡിവൈസിൽ കൂടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകൾക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങളെ പാടി ആരാധിപ്പാൻ കൃപ നൽകി, പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തി, അനുഗ്രഹീതമായ സാക്ഷ്യങ്ങളെ ഞങ്ങളെ കേൾപ്പിച്ചു. എല്ലാറ്റിനായി സ്തോത്രം. ഈ ശുശ്രൂഷ ഒടുവിലത്തെ നിമിഷത്തിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തിനായി ഞങ്ങളെ തിരുക്കരങ്ങൾ സമർപ്പിക്കുകയാണ്. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ കർത്താവേ. അങ്ങയുടെ ശബ്ദം കേട്ട് ആജ്ഞ അനുസരിച്ചുള്ള കൃപ ഞങ്ങൾ എല്ലാവർക്കും നൽകണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, പിതാവേ, കേൾക്കുമാറാകണമേ. ആമേൻ. നമുക്കെല്ലാം വളരെ പരിചയമുള്ള 2 വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. ആമേൻ. അതിനകത്ത് നാം വായിച്ച വേദഭാഗം ഇങ്ങനെയാണ്: അവൾ എങ്കൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. യേശു പറയുന്നൊരു കാര്യമാണ്. ആമേൻ. രണ്ടാമതായി യേശു പിന്നെയും പറയുന്നു, അവൾ തന്നാൽ ആവത് ചെയ്തു. ഇഹത്തിലെ പ്രവർത്തികൾ ചെയ്യുവാനാണ് ദൈവം മനുഷ്യരെ ഭൂമിയിലാക്കിയിരിക്കുന്നത്. ഈ ലോകത്തിൽ ആകാത്ത പ്രവർത്തികളുണ്ട്, നല്ല പ്രവർത്തികളുമുണ്ട്. നമ്മുടെ ദൈവമായ കർത്താവ് ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും നല്ലതാണെന്ന് തിരുവെഴുത്ത് വ്യക്തമാക്കുന്നു.
ഉൽപ്പത്തി പുസ്തകം വായിച്ചു വരുമ്പോൾ ഓരോ ദിവസങ്ങളിലും ദൈവമായ കർത്താവിന്റെ സൃഷ്ടിപ്പിനുള്ള ബന്ധത്തിൽ അത് നല്ലതെന്ന് ദൈവം കണ്ടു എന്ന് തിരുവെഴുത്ത് വ്യക്തമാക്കും. അവൻ ദൈവം നല്ലത് ചെയ്യുന്നത് കൊണ്ട് ദൈവമക്കളും നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. ആമേൻ. ബഥാനിയിലെ കുഷ്ഠരോഗിയായ ശിമോന്റെ വീട്ടിൽ യേശു പന്തിയിലിരിക്കുമ്പോൾ യേശുവിന് വേണ്ടി ഒരു സ്ത്രീ ചെയ്ത പ്രവർത്തിക്ക് മുൻപിൽ നീരസപ്പെട്ടിരിക്കുന്നവരോട് യേശു കർത്താവ് പറഞ്ഞ 2 മറുപടികളാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. ആമേൻ. ദൈവത്തിന്റെ മഹത്വം. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം നാം വായിക്കുമ്പോൾ ഈ ഭാഗങ്ങളെ കുറിച്ച് ഒന്നുകൂടെ വിശകലനം ചെയ്ത് 36 മുതൽ 50 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കതിനകത്ത് കാണുവാൻ കഴിയുന്നത് യേശു പരീശന്റെ വീട്ടിൽ, ശിമോന്റെ വീട്ടിലിരിക്കുമ്പോൾ, അത്താഴത്തിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ അവരിയ്ക്കുന്നതിന് പുറകിൽ വന്നു. ദൈവത്തിന്റെ മഹത്വം. യഹൂദന്റെ കൾച്ചർ അനുസരിച്ച് അവര് ആഹാരത്തിന് ഇരിക്കുമ്പോഴോ അത്താഴത്തിന് ഇരിക്കുമ്പോഴോ അവര് നിലത്താണ് ഇരിക്കുന്നത്. നിലത്തിരിക്കുക മാത്രമല്ല, ആ ഇരിക്കുന്ന ഇരിപ്പിൽ ഭക്ഷണങ്ങൾ അവിടെ മുൻപിൽ വെക്കും. അത് അവർ എടുത്ത് ഭക്ഷിക്കുമ്പോൾ തന്നെ അവരുടെ കാലുകൾ പുറമോട്ട് വെച്ചാണ് അവരിയ്ക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാൻ നേരം അവർ മുഴങ്കാലിലിരിക്കും. ആഹാരം കഴിക്കുന്ന സമയം കാലു മടക്കി പുറകോട്ട് ഇരിക്കും. ആ പുറകു സ്ഥലങ്ങളിൽ കുറച്ച് സ്ഥലങ്ങൾ കാണും. ബാല്യക്കാരൊക്കെ വന്ന് പുറകിൽ കൂടെ വന്ന് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ എന്ന് ചോദിക്കുന്നത് പുറകു ഭാഗത്തൂടാണ് എന്ന് ചോദിക്കുന്നത്. അങ്ങനെ റൗണ്ടിലാണ് ഇരിക്കുന്നത്. നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അറബികളുടെ വീടുകളിലൊക്കെ നമ്മൾ കണ്ടാൽ ചെന്നാൽ അവിടെ പരവതാനികൾ വിരിച്ചിട്ടിരിക്കും. അവരുടെ ഡൈനിങ് ടേബിൾ നമുക്ക് കാണാൻ കഴിയുകയില്ല. അവരെല്ലാവരും നിലത്തിരുന്നാണ് കഴിക്കുന്നത്. അപ്പൊ യഹൂദന്റെ കൾച്ചർ അനുസരിച്ചിട്ട് അത്താഴമാകട്ടെ മുത്താഴമാകട്ടെ എന്തിനുമാകട്ടെ അവർ വരുമ്പോൾ അവര് വിരിക്കപ്പെട്ട നല്ല വെള്ള തുണി കാണും. നമ്മുടെ കാലുകൾ മടക്കി വെച്ചിരിക്കാനും കൈകൾ ഊന്നിയിരിക്കാനുമുള്ള പില്ലോയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചാണ് അവരിയ്ക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ യേശുവിനെ അത്താഴത്തിന് ക്ഷണിച്ച് ഒരതിഥിയായി പരീശന്റെ വീട്ടിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ വെങ്കൽ ഭരണി നിറച്ച പരിമളതൈലവുമായി വന്ന് യേശു ഇരിക്കുന്ന കാലിന്റെ പുറകു ഭാഗത്ത് വന്നു. ദൈവത്തിന് സ്തോത്രം. വേദവന്മാരുടെ അഭിപ്രായത്തിൽ ഒരിക്കൽ പരീശന്മാർ പിടിച്ചുകൊണ്ട് വന്നൊരു സ്ത്രീയെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. വ്യഭിചാര കർമ്മത്തിനകപ്പെട്ടവൾ. അവൾക്ക് ശിക്ഷ വിധിക്കണം ഗുരു. ഇവളെ ശിക്ഷ വിധിക്കണം എന്ന് പറയുമ്പോൾ യേശു അവളോട് പറയുന്നൊരു കാര്യമുണ്ട്. നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ? ഇല്ല, ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല. ഇനിയും പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു വിട്ട ആ സ്ത്രീയാണ് ഈ പ്രൈസ് ദി ലോർഡ് മറിയ എന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. 2-ാം ഭാഗം ഈ പരീശന്റെ മകൾ തന്നെയാണ് പ്രൈസ് ദി ലോർഡ് ഈ മറിയയെന്നും ഈ മറിയയുടെ സഹോദരിയാണ് മാർത്തയെന്നും അവരുടെ സഹോദരനാണ് ലാസർ എന്നും ഒട്ടുമുക്കാലും വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ ബഥാനിയിലുള്ള കുഷ്ഠരോഗിയായ ശിമോന്റെ വീട്ടിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. അങ്ങനെ ഒരു പരീശന്റെ വീട്ടിലേക്ക് എല്ലാവർക്കും കയറി വരാൻ പറ്റുകയില്ല. വിശേഷാൽ ഇങ്ങനെയുള്ള കൾച്ചറിൽ നിൽക്കുന്നവർക്കൊരിക്കലും ഒരു പ്രവേശനമില്ല. അപ്പോൾ ഈ വീടുമായി എന്തോ ബന്ധമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ സഹോദരിയോടെ വന്നത് തന്നെ. ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ ആ വിഷയത്തിലേക്ക് വരട്ടെ. ദൈവത്തിന് മഹത്വം. അവള് അവിടെ വന്നിട്ട് ആദ്യമേ ചെയ്തത് യേശുവിന്റെ പുറകിൽ അവൾ വന്നു നിന്നു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അവന്റെ കാൽക്കൽ അവൾ കരഞ്ഞുകൊണ്ട് അവൻ നിന്നു. ദൈവത്തിന് മഹത്വം. ഒരു സ്ത്രീ ഇരിക്കുന്ന യേശുവിന്റെ കാലിന് പുറകിൽ വന്ന ശേഷം കരഞ്ഞുകൊണ്ടവൾ നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ഈ രാത്രി ദൈവശബ്ദം കേൾക്കുന്ന ദൈവ പൈതലേ,
വിവിധമായ വിഷയങ്ങൾക്ക് വേണ്ടി കരഞ്ഞ് നീ ദൈവത്തിൽ നിൽക്കുന്ന ദൈവ പൈതലെങ്കിൽ നിന്റെ കരച്ചിലെ ശബ്ദം കേട്ട് നിന്റെ വിഷയത്തിന് പരിഹാരം തരുന്ന ഒരു കർത്താവാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മഹത്വം. ഇന്ന് രാത്രികാലം നിന്റെ കരച്ചിലിന്റെ ശബ്ദം എന്തെന്ന് പലർക്കും തിരിച്ചറിയുവാൻ കഴിയാതിരിക്കുമ്പോൾ ഈ ഡിവൈസിൽ ഇന്ന് രാത്രി അത് വിവിധമായ ഭാരങ്ങളുടെ നടുവിൽ കൂടെ എന്റെ വേദനകൾ, എന്റെ നിരാശകൾ, എന്റെ സങ്കടങ്ങൾ, എന്റെ നാളെയുടെ ദിനത്തിന്റെ അവസ്ഥകൾ ആരും തിരിച്ചറിയുന്നില്ലല്ലോ എന്ന ഭാരത്തോടെ ഇന്നു രാത്രി ദൈവശബ്ദം കേൾക്കുന്ന ദൈവമൈതലേ, നീ കർത്താവിന്റെ പുറകിൽ വന്നു നിന്നാലും നിന്നെ അറിയുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. ആ വേദിയിൽ ഇരിക്കുന്ന എല്ലാരേക്കാളും വിശേഷാൽ ആ ഭവനത്തിന് ഉടമസ്ഥനായിരിക്കുന്ന ആമേൻ ദൈവത്തിന് ഈ പരീക്ഷനേക്കാളും നിന്റെ അവസ്ഥകൾ നന്നായി അറിയുന്ന ഒരു കർത്താവിന്റെ പാദപീഠത്തിങ്കലാണ് നീ നിൽക്കുന്നത്. ഇന്ന് രാത്രി കർത്താവിന്റെ പാദപീഠം അണഞ്ഞു നിന്നോ? നിന്നെ മാനിക്കുന്ന ഒരു കർത്താവ്. അവൾ നിന്ന് കരയുമ്പോൾ ആ കണ്ണുനീർ യേശുവിന്റെ പാദത്തിൽ വീഴും. ആമേൻ. അവന്റെ കാൽ കണ്ണുനീർ കൊണ്ടവൾ നനച്ചു. ദാവീദ് ഒരിക്കൽ പറഞ്ഞു, ഞാന് എന്റെ കണ്ണുനീർ കൊണ്ട് എന്റെ കിടക്കയെ നനയ്ക്കും. ഇന്ന് രാത്രി ഈ പ്രഭാതത്തിൽ ദൈവശബ്ദം കേൾക്കുന്ന ദൈവമേ, കണ്ണുനീരിന് മറുപടിയുണ്ട്. ഞാൻ പ്രാവശ്യം ഈ ഡിവൈസിൽ പറഞ്ഞതാണ്. വേദപുസ്തകത്തിലെ ഏറ്റവും ചെറിയ വാക്യമാണ് യേശു കണ്ണുനീർ വാർത്തു. ഏറ്റവും ചെറിയ വാക്യം. അയാളുടെ നടുക്കത്തെ പദം കണ്ണുനീർ എന്നുള്ളതാണ്. ഞാനൊരു സന്ദേശം നിങ്ങളോട് പറയാം. ആമേൻ. വേദപുസ്തക ചരിത്രത്തിൽ ഇങ്ങനെ വിടുതൽ നൽകിയൊരു വാക്യം വേറെയില്ല. 4 ദിവസമായി നാറ്റം വെച്ച് ജീവിതത്തിലെ അവസ്ഥകളിൽ ഇനിയൊരു വിടുതലില്ല എന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്ന, പ്രതികൂലങ്ങൾ അനുഭവിക്കുന്നതാണ് നടുവിൽ യേശുവിന്റെ കണ്ണുനീരിന് വില കൽപ്പിച്ച ദൈവപ്രവൃത്തി നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയും. കരയുന്ന നിന്നോട് പരിശുദ്ധാത്മാവിന് ഇന്ന് രാത്രി ഒരു സന്ദേശം പറയാറുണ്ട്. അവൻ കണ്ണുനീരിന് മറുപടി തരുന്നൊരു ദൈവമുണ്ട്. ആമേൻ. എന്നിട്ട് അവൾ ഒരു കാര്യം ചെയ്തു. അവൾ കുനിഞ്ഞ് യേശുവിന്റെ പാദത്തിലിരുന്ന് തന്റെ തലമുടി കൊണ്ട് യേശുവിന്റെ കാൽ തുടച്ചു. യേശുവിന്റെ കാൽ അവൾ ചുംബിച്ചു. ആമേൻ. ആ കാലിൽ അവൾ തൈലം പൂശി. ആമേൻ. ഈ ബഥാനിയിൽ ഇവളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ പ്രവൃത്തിയെ നോക്കിക്കൊണ്ട് വിമർശിക്കുന്ന ഒരു കൂട്ടം നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഈ വെറും ചെലവ് എന്തിന്? ദൈവമക്കളെ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി ചെയ്യുന്ന ചിലവുകളൊന്നും വെറും ചിലവല്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് അത് ഞാൻ പലപ്പോഴും ഈ കുടുംബത്തെ ഓർക്കുന്നുണ്ട്. സിസ്റ്റർ വിളിക്കുമ്പോഴൊക്കെ ഞാൻ പറയും, ഒരാഴ്ചയിൽ കുറഞ്ഞത് 4 വെള്ളിയാഴ്ച നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഈ പ്രവർത്തനങ്ങൾ എങ്ങനെ നടക്കുന്നു എന്നുള്ളത്? എന്നോട് അവരൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ ചിന്തിക്കാറുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരെ ഈ ഡിവൈസിൽ കൊണ്ടുവന്ന് അവരിൽ കൂടെയുള്ള ദൈവിക ശുശ്രൂഷകൾ നിങ്ങൾക്ക് പകർന്നു തരുന്നതിന് പിൻപിൽ നല്ലൊരു ചിലവുണ്ട്. ഒരു വർഷത്തെ നിങ്ങൾ ചിന്തിച്ചാൽ മതി, വേണ്ട 1 മാസത്തെ ചിന്തിച്ചാൽ. നമ്മൾ ആരും ചോദിക്കുന്നുണ്ട് ഇത് എങ്ങനെയാണ് നടക്കുന്നത്, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ദൈവദാസന്മാരിൽ കൂടെ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം നിങ്ങൾ ഇരിക്കുന്ന റൂമിനകത്ത് കൊണ്ടുവന്ന് നിങ്ങളെ എല്ലാവരെയും എൻകറേജ് ചെയ്ത് എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങൾ നിങ്ങൾക്ക് പ്രോഗ്രാമുകൾ അയച്ചു തന്ന് ആമേൻ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് മാന്യമായ രീതിയിൽ ദൈവദാസന്മാരെ മാനിക്കുന്ന ഒരു കുടുംബമാണ്. എനിക്ക് നന്നായിട്ട് അറിയാം. ഒറ്റ ശുശ്രൂഷയും എന്നെ സംബന്ധിച്ച് അവർ എന്നെ വൃഥാവാക്കി വിട്ടിട്ടില്ല. ആമേ ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ മറന്നു പോയാലും അവ വിളിച്ച് ആമേ പ്രോഗ്രാം തരിക മാത്രമല്ല അതിനൊത്തവണ നന്മകൾ തന്നിട്ടുണ്ട്.
ഞാൻ വെറുതെ പറയുകയല്ല. അപ്പൊ ഈ ഡിവൈസിലിരിക്കുന്ന ദൈവമക്കൾ ഇത് ഓർക്കണം. വളരെ നന്നായി അവരുടെ കഴിവും പ്രാപ്തിയും നന്മയും ചിലവാക്കി തന്നെ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. പക്ഷെ ഇതിന്റെ അനന്തര ഫലം നിങ്ങൾ ദൈവകൃപയിൽ നിൽക്കണം, നിങ്ങൾ നിത്യതയിൽ കാണണം. ഇതിനപ്പുറത്ത് പ്രിയ തോമസ് അങ്കിളിനും ലിൻഡ ആന്റിക്കും മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. വർഷങ്ങളായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പറഞ്ഞ ശ്രദ്ധിക്ക ദൈവമക്കളെ, ചിലർക്കിത് വെറും ചെലവായി തോന്നും, ഇത് വൃഥാവായി തോന്നും, എന്തിനിതിന് കാര്യമുണ്ടോ എന്ന് തോന്നും. പക്ഷേ ആമേൻ, കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ഈ പ്രവൃത്തി വെറും ചെലവായി തോന്നുന്നുവെങ്കിലും ഈ 300-ലധികം വെള്ളിക്കാശ് വിലയുള്ള ഈ സ്വച്ഛജലമാംസി തൈലം ജീവനുള്ള ഒരു മനുഷ്യന് വേണ്ടി ചെലവാക്കേണ്ടതുണ്ടോ എന്ന് പലരും ചോദിക്കുമ്പോൾ യേശു നാളെയുടെ ദിനങ്ങളിൽ സംഭവിപ്പാൻ പോകുന്ന ഒരു വിഷയത്തെ ഇന്നേ ചൂണ്ടിക്കാണിക്കുകയാണ്. നിങ്ങളുടെ ദൃഷ്ടിയിൽ ഇത് ഇന്നത്തെ വെറും ചെലവാണ്. എന്നാൽ എൻ്റെ ദൃഷ്ടിയിൽ നാളെ മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത മുൻകൂട്ടിയുള്ള ഒരു മഹത്വത്തിന്റെ പ്രവൃത്തിയാണ് അവൾ എനിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. ഇന്ന് പകലിൽ ദൈവമക്കളെ, രാത്രിക്കാലം ശ്രദ്ധിക്കുക. കർത്താവിന്റെ നാമത്തിന് വേണ്ടി നാം എന്ത് ചെയ്താലും അതിന്റെ മാന്യത ദൈവ മഹത്വത്തിന് കാരണമാകുമെന്നുള്ളത് ഇന്ന് രാത്രി മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ നന്നായി ഈ ഡിവൈസിന് വേണ്ടി പ്രാർത്ഥിക്കണം. വാത്സല്യ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തമ്മിൽ ഭാരങ്ങളെ ചുമക്കണം. കഴിയുമെങ്കിൽ നന്മ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ആത്മീയം കൊണ്ടും ഈ ഡിവൈസിലുള്ള പ്രവർത്തനങ്ങളെ നിങ്ങൾ ആദരിക്കണം. എങ്ങനെയൊക്കെ നിങ്ങൾക്ക് കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കഴിയുമോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ദൈവമഹത്വത്തിന് കാരണമായി തീരും. യേശു പറഞ്ഞത്, എന്റെ ശവസംസ്കാരത്തിനായി അവൾ മുൻകൂട്ടി ഇത് ചെയ്തു. ആമേൻ. ദൈവമക്കളെ, ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ നന്നായി ചെയ്യുവാൻ നാം തീരുമാനമെടുക്കുന്നുവെങ്കിൽ അത് ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരും. 7 ഭൂതങ്ങൾ ബാധിച്ച മക്കളക്കാരത്തി മറിയ, അവർക്ക് യേശു ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷെ യേശു മരിച്ച ശേഷം ആമേൻ ശബത്ത് വരുന്നത് നോക്കിക്ക ശേഷം ശബത്തിന്റെ പിറ്റേ ദിവസം, അത് ശബത്ത് കഴിഞ്ഞ രാത്രിയിൽ അവൾ സുഗന്ധവർഗം ഒരുക്കി കൊണ്ടുപോകുന്നതിന് നമുക്ക് കാണാൻ കഴിയുന്നു. പക്ഷേ യേശുവിനെ പൂശുവാൻ അവൾക്ക് കഴിഞ്ഞില്ല. അപ്പോഴേക്കും യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു. എന്നാൽ ഈ പാപിനിയായിരുന്ന സ്ത്രീ യേശുവിന് വേണ്ടി ചെയ്തത് ആ നല്ല പ്രവൃത്തി യേശുവിന്റെ സംസ്കാരത്തിന് വേണ്ടി മുൻകൂട്ടി ചെയ്തുവെന്ന് യേശു തന്നെ പ്രസ്താവിക്കുവാനിടയായി. ഒരു നല്ല പ്രവൃത്തി ചെയ്യുവാന്റെ കവണം ദൈവത്തിന്റെ ഹിതം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പരിവർത്തിക്കുമ്പോൾ അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്താൽ അത് ദൈവനാമഹത്വത്തിന് കാരണമാകുമെന്ന് ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കേണ്ട. ദൈവത്തിന് സ്തോത്രം. സമയങ്ങൾ വളരെ മുൻപോട്ട് പോകുന്നല്ലോ. ദൈവത്തിന്റെ മഹത്വം. ഇന്ന് രാത്രി ദൈവശബ്ദം കേൾക്കുന്ന ദൈവവൈതലേ, പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത് ഒരു നല്ല പ്രവൃത്തിക്കായി നമ്മെ തന്നെ ദൈവത്തിൽ കാഴ്ചവെക്കുക. ആകാത്ത പ്രവൃത്തി എല്ലാം മാറി നിൽക്കുക. കർത്താവിന്റെ ദാസിൽ കൂടെ കേട്ടല്ലോ. ആമേൻ. ഇവിടെയും ആരാധിക്കും, ഇവിടെയും ദൈവത്തെ മഹത്വപ്പെട്ടു. അപ്പോൾ തന്നെ മറ്റൊരു തലങ്ങളിൽ പോയി അതും സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കും. ഇത് രണ്ടും കൂടെ നടക്കിയിരുന്ന കർത്താവിന്റെ ദാസിയുടെ സാക്ഷ്യത്തിൽ നാം കേട്ടല്ലോ. ആമേൻ. ദൈവത്തിന്റെ മഹത്വ ദിവസങ്ങളിൽ ഭേദാഭേദങ്ങളെ തിരിച്ചറിഞ്ഞ് ദൈവകൃപയുടെ ആഴങ്ങൾ ധരിക്കുന്ന ദിവസങ്ങളായി തീരട്ടെ. നിങ്ങൾ ആരും നിത്യതയിൽ നിന്ന് അകന്നവരല്ല. നിങ്ങളെല്ലാം നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ടവരാണ്. ചിലപ്പോൾ ചില സ്വാതന്ത്ര്യത്തെയൊക്കെ ഹനിപ്പിക്കുന്ന ശക്തികൾ നിങ്ങളുടെ കുടുംബത്തിനകത്തുണ്ടാകാം. ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താക്കന്മാരായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ഭാര്യമാരായിരിക്കാം, നിങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കാം, ബന്ധുക്കളായിരിക്കാം, ചാർച്ചക്കാരായിരിക്കാം. നിങ്ങളുടെ ദൈവകൃപയിലേക്ക് മുമ്പോട്ട് വിടുവാൻ കഴിയാതെ വണ്ണം
ആമേൻ നിങ്ങൾക്ക് വിലങ്കായി നിൽക്കുന്നത്. എങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കണം, ചുവടുകൾ മുൻപോട്ട് വെക്കണം. നല്ല പ്രവർത്തിക്കായി നിങ്ങൾ ചുവടുകൾ വെക്കണം. ആമേൻ. നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 17-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആമേൻ ദൈവത്തിന്റെ മഹത്വം അവിടെ ആമേൻ ചില പദങ്ങൾ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ യെരൂശലേമിന്റെ മതിലുകൾ തീ വെച്ചും പിതാക്കന്മാരുടെ കല്ലറകൾ ആമേൻ ഇടിഞ്ഞു കിടക്കുന്നതുമായ അവസ്ഥകൾ കേട്ട നെഹമ്യാവ് ദൈവത്തിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ച് ആമേൻ ഒരു നിയോഗത്താൽ എഴുന്നേറ്റ് പണിയുവാൻ ആമേൻ ഇറങ്ങുന്ന സമയത്തെ കുറിച്ചാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 17 വാക്യം ഇങ്ങനെ നാം വായിക്കുന്നു. അനന്തരം ഞാൻ അവരോട്, യെരൂശലേം ശൂന്യമായും അതിന്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തു കിടക്കുന്ന നാം അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുവല്ലോ. വരുവീൻ, നാം ഇനിയും നിന്ദാപാത്രമാക്കാതിരിക്കാതെ വണ്ണം യെരൂശലേമിന്റെ മതിൽ പണിയുക എന്ന് പറഞ്ഞു. ആമേൻ. 18-ാം വാക്യത്തിന്റെ ഒടുവിൽ ഭാഗം ഇങ്ങനെ കാണുന്നു. നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ നല്ല പ്രവൃത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി. ദൈവമക്കളെ, നല്ല പ്രവൃത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി. ഒരു നാളിൽ പണിതിരുന്നതും ഇന്ന് ശത്രു ഇടിച്ചിട്ടിരിക്കുന്നതുമായ മേഖലകളെ പണിയാൻ ഈ 2026 മാർച്ച് മാസം നമ്മൾ എഴുന്നേൽക്കണം. ഇതിനു മുൻപ് ഞാനൊരു മെസ്സേജ് തന്നു, എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ദൈവമക്കളെ, അവൻ നല്ല പ്രവർത്തിക്കായി ഒന്ന് എഴുന്നേൽക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മഹത്വം. ഒരിക്കൽ നന്നായി പണിതിരുന്നതായിരുന്നു യെരൂശലേം. ഇന്ന് ശത്രു അത് ഇടിച്ച് തകർത്ത് ചണ്ടിക്കൂമ്പാരമായി അവശേഷിപ്പിച്ചിരിക്കും. പരിതാപകരമായ അവസ്ഥയിൽ കിടന്ന് നിലവിളിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒന്ന് എഴുന്നേറ്റ് ഒന്ന് പണിയാൻ ദൈവമക്കൾ തയ്യാറാകണം. ഈ ദിവസം ഒന്ന് എഴുന്നേൽക്കട്ടെ. എനിക്ക് എല്ലാവരോടും പറയാനുള്ള ദൂത് ഇതാണ്: എഴുന്നേൽക്കണം. ചില തകർന്ന മേഖലകളെ പണിയാൻ ദൈവം ആഗ്രഹിക്കും. എഴുന്നേൽക്കുന്നവന്റെ കൂടെ ദൈവവും എഴുന്നേൽക്കും. ജലഘടകസി ഈ ഡിവൈസിൽ ഇന്ന് പകൽക്കാൽ രാത്രിക്കാൽ ദൈവശബ്ദം കേൾക്കുന്ന ദൈവവേദനെ, നീ എഴുന്നേൽക്കാൻ തയ്യാറായാൽ നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രി ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം വായിച്ചത്, നാം എഴുന്നേറ്റ് പണിയുക എന്ന് ആമേൻ പറഞ്ഞു. ഇന്ന് രാത്രി ശത്രു തകർത്തിട്ടിരിക്കുന്ന ചില മേഖലകളെ നാം തന്നെ പണിയാൻ എഴുന്നേൽക്കണം. അത് നമ്മുടെ കുടുംബജീവിതത്തിലെ വിഷയമാകാം, തലമുറകളുടെ വിഷയങ്ങളാകാം, ദേശത്തെ വിഷയങ്ങളാകാം. നമ്മളെ ആത്മീയമായി മുൻപോട്ട് വിടാതെ വണ്ണം നമുക്ക് വിലങ്ങായി നിന്ന് പ്രവർത്തിക്കുന്ന ചില അനുഭവങ്ങളാകാം. എന്നാൽ ആ പരിമിതികൾക്കകത്തൊതുങ്ങിക്കിടന്ന് പരാതികൾ പറയാതെ, എവിടെയെല്ലാം അറ്റകുറ്റങ്ങളുണ്ടോ അത് തീർക്കാൻ യുഡമഹദുരജനഘടകസി. ഇന്ന് രാത്രി ഒന്ന് എഴുന്നേൽക്കാമോ? ദൈവാത്മാവ് ഇന്ന് രാത്രി ചിലരോട് വ്യക്തമായി സംസാരിക്കും. ആ പൂജ എന്ന് പറഞ്ഞ മകളോട് ദൈവത്തിന്റെ ആത്മാവ് ഈ രാത്രി വ്യക്തമായി പറയുന്നു. ഒരു നാളിൽ ജീവിതത്തിന്റെ അനുഭവങ്ങൾ എങ്ങനെ മുൻപോട്ട് പോകുമെന്നറിയാതെ ഭാരപ്പെട്ട ചില മേഖലകളുടെ നടുവിൽ ദൈവത്തിന്റെ കരുതലുകളും വിടുതലുകളും അനുഭവിച്ച് ദൈവത്ര നല്ലവനെന്ന് രുചിച്ചറിയുവാൻ അവസരം ദൈവം ഞാനെന്ന ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടു. നിന്നിൽ കൂടെ ഒരു വലിയ ദൈവപ്രവൃത്തി കർത്താവിന് വെളിപ്പെടുത്തുവാനുള്ള ആത്മാവ് ആഗ്രഹിക്കും. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി അത് വ്യക്തമാക്കും.
ആമേൻ. ഏതെങ്കിലും ഒരു മേഖലകളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രവൃത്തിയിലേക്കല്ല നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമുള്ള ചില നീതി വെളിപ്പെടുത്തേണ്ടതിനായി നിന്നെ ഞാൻ പണിതെടുക്കുന്ന നാളുകൾ വിദൂരമല്ലെന്ന ആത്മാവ് ഈ രാത്രി വ്യക്തമായ ആലോചന പറയും. നിന്റെ കുടുംബം വളരെ ദയനീയമായ അവസ്ഥയിൽ കൂടി കടന്നുപോയ രംഗങ്ങൾ ഉണ്ടായിരുന്നു. ആമേൻ. ദൈവത്തിന് മഹത്വം. ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകൾക്കൊരു മാറ്റം വരുമെന്ന് ചിന്തിച്ച് വ്യാകുലപ്പെട്ട രാത്രിയാമങ്ങളും ദിനങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഒരു ഏലിയാവിനെ പോറ്റിപ്പുലർത്തിയ ദൈവം, ആമേൻ, കെരീത്തിലെ വെള്ളം പറ്റി കാക്കയുടെ വരവ് തിന്നു. അടുത്ത നിമിഷം എവിടെയെന്ന് ചോദിച്ചപ്പോൾ ചോദിക്കുന്നതിന് മുൻപ് അവന് വേണ്ടിയുള്ള കരുതലുകൾ വെളിപ്പെടുത്തി മാനിച്ചതുപോലെ ദൈവത്തിന്റെ കരുതലുകൾ പല സമയങ്ങളിലും കണ്ടനുഭവിച്ച വ്യക്തിത്വങ്ങൾ അത്രയും നിങ്ങളുടെ ദൈവത്തിന്റെ ആത്മാവ് രാത്രി ആലോചന പറയും. ഇനിയും ചില കരുതലുകൾ അവൻ വെളിപ്പെടുത്തി മാനിപ്പാൻ വിശ്വസ്തൻ എന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇന്ന് രാത്രി ആലോചന പറയുന്നു. ശ്രദ്ധിക്കുക പൈതലേ, ഈ ദിവസങ്ങളിൽ പണിയാൻ നാം എഴുന്നേറ്റാൽ പണിയുന്നവൻ നമ്മോട് കൂടെ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന്റെ മഹത്വം. ആ 3-ാം അധ്യായത്തിൽ 1, 11, 12 ഒന്ന് വായിച്ച് സഹായിക്കണമേ. ആമേൻ. നെഹമ്യാവിന്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യവും 11, 12 വാക്യം കൂടെ ഒന്ന് വായിച്ച് സഹായിക്കണമേ. അങ്ങനെ മഹാപുരോഹിതനായ എല്യാശീബും ആ അവന്റെ സഹോദരന്മാരായ പുരോഹിതന്മാരും എഴുന്നേറ്റ് ആട്ടിൻ വാതിൽ പണിതു. അപ്പൊ അവിടെ ഒരു പുരോഹിത വൃന്ദങ്ങൾ എഴുന്നേറ്റ് അവരെ ഏൽപ്പിച്ച കാര്യം അവർ ചെയ്യുകയാണ്. അതിന്റെ 11-ാമത്തെ വാക്യം വായിച്ചു. മറ്റൊരു ഭാഗവും ചൂളകളുടെ ഗോപുരവും ആ ഹാരീമിന്റെ മകൻ മൽക്കിയാവും പഹത്ത് മോവാബിന്റെ മകൻ ഹശൂവും അറ്റകുറ്റം തീർത്തു. അപ്പോൾ ഇവരെല്ലാം എന്ത് ചെയ്യുക? അവരവരുടെ ഭാഗങ്ങളിലുള്ള അവര് പാർക്കുന്ന ഇടങ്ങൾക്ക് മുൻപിൽ ഇടിഞ്ഞു പോയ മേഖലകൾ എല്ലാം അവർ പണി ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ഈ ദിവസങ്ങളിൽ ചില അറ്റകുറ്റങ്ങൾ തീർക്കുന്ന പണിയിലേക്ക്, അത് കുടുംബജീവിതത്തിലാകട്ടെ, ആമേൻ, നമ്മുടെ ആത്മീയ വിഷയത്തിൽ പിശാചി നിലകളിൽ ഇടിച്ചു കളഞ്ഞ മേഖലകളാകട്ടെ, ഭൗതികമാകട്ടെ, ഏത് വിഷയമാകട്ടെ, അതിനെ പണിയുവാൻ ഈ ദിവസങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരുടെ പണി നോക്കി വിമർശനത്തിനിരിക്കാനല്ല, അവനവന്റെ ജീവിതത്തിൽ ചില പണികൾ നടത്തുവാൻ. നമ്മുടെ ഫ്രണ്ടിൽ ഇടിഞ്ഞ് കിടക്കുന്ന സ്ഥലം നമ്മൾ തന്നെ പണിയണം. അവര് പണിന്ന് നോക്കട്ടെ, അവരുടെ പണി എങ്ങനെയുണ്ടെന്ന് അറിയട്ടെ, പിന്നെ ഞാൻ പണിയാമെന്നല്ല. ഞാൻ ആത്മാവിൽ പറയാം, ഇന്ന് രാത്രി ഈ ഡിവൈസിൽ ഏതാണ്ട് ആമേൻ 89 ഞാൻ ഉൾപ്പെടെ 89 പേർ എന്റെ ജീവിതത്തിൽ ഇടിഞ്ഞത് പണിയാൻ പ്രിയ തോമസങ്ങൾ വരട്ടെ എന്ന് നോക്കിയിരിക്കാനല്ല, എന്ന് പറയാം മാത്യുച്ചാൻ വരട്ടെ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കാനല്ല. എന്റെ ജീവിതത്തിലെ ഇടിഞ്ഞു പോയ മേഖലകളെ ഞാൻ തന്നെ ഒന്ന് സ്തോത്രം പറഞ്ഞു, സ്തോത്രം എന്നൊരു കുഴപ്പമില്ല, സ്തോത്രം, ഞാൻ തന്നെ പണിയുവാൻ ആഗ്രഹിക്കുന്നു. 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നു. അവൻ എഴുന്നേറ്റു. വായിച്ചു. 13. 11. മറ്റൊരു ഭാഗവും ചൂളകളുടെ ഗോപുരവും ഹാരീമിന്റെ മകൻ മൽക്കിയാവും പഹത്ത് മോവാബിന്റെ മകൻ ഹശൂബും അറ്റകുറ്റം തീർത്തു. അവന്റെ അപ്പുറം യെരുശലേം ദേശത്തിന്റെ മറ്റേ പാതിക്ക് പ്രഭുവായ ഹല്ലോഹേശാമിന്റെ മകൻ ശല്ലൂമും അവന്റെ മകനായ ശല്ലൂമും അവന്റെ പുത്രിമാരും ശ്രദ്ധിച്ചേ, ശല്ലൂമിന് ആൺമക്കളില്ല, പക്ഷെ ശല്ലൂമിന്റെ പുത്രിമാരെന്ത് ചെയ്തു? അപ്പൊ സഹോദരിമാർക്കും ചെയ്യാം കേട്ടോ. ഒരു പുരുഷനില്ലാത്ത സ്ഥാനത്ത് ആ പണി നടത്താൻ വളരെ ഉഷാറായിട്ട് ആ പെൺകുഞ്ഞുങ്ങൾ എന്ത് ചെയ്തു? അപ്പന്റെ കൂടെ എഴുന്നേറ്റു. അവർ ആ പണി ചെയ്തു.
ഈ നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ കൂടി ദൈവത്തിന് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് കേട്ടോ. എനിക്കൊരാണ് ജനിച്ചില്ലല്ലോ, ഇനി എൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങളാണ് ചിന്തിച്ചൊന്നും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഈ യാക്കോബിന്റെ ജീവിതത്തിൽ വന്ന റാഹേലും ലേയുമാണ് ഇസ്രയേൽ ഗ്രഹം പണിതത്. ഈ നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ കുറിച്ച് സങ്കീർത്തനക്കാരൻ ഞാൻ വളരെ അത് ചിന്തിച്ചിട്ടൊരു വേദഭാഗമാണ്. 144 സങ്കീർത്തനം 12 വാക്യത്തില് പുത്രിമാരെ കുറിച്ച് പറയുന്നൊരു പദമുണ്ട്. അവര് അരമനയുടെ മാതിരിയായി കൊത്തിയ മൂലത്തൂണ് പോലെയാണ്. കണ്ടോ, ഒരരമനയുടെ മൂല കാണാതിരിപ്പാൻ അവിടെ എന്ത് ചെയ്യുന്നു? ഒരു സ്റ്റാച്ചു കൊത്തി വെക്കും. അതുകൊണ്ട് ആ മൂലയുടെ ഷേപ്പ്ലെസ് ആയിരിക്കുന്ന എല്ലാ വിഷയവും എന്ത് ചെയ്യും? അതിനകത്തൊക്കെ മറയും. 2 ഭിത്തികൾ തമ്മിൽ യോജിക്കുന്ന സ്ഥലമാണ് ഈ മൂല എന്ന് പറയുന്നത്, ആണല്ലോ. പുത്രിമാരുടെ ദൗത്യം എന്തുവാ? 2 ഭിത്തികളെ തമ്മിൽ എന്ത് ചെയ്യാണ്? യോജിപ്പിച്ചു നിർത്തി അതിനകത്ത് വരുന്ന പോരായ്മകളെ തങ്ങളെ കൊണ്ട് എന്ത് ചെയ്യുന്നു? ഞാനത് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നു: ഭർതൃഗ്രഹത്തിലും സ്വന്തം ഗ്രഹത്തിലും ഒരുപോലെ ബന്ധങ്ങൾ നിലനിർത്തി. കണ്ടോ, വന്ന വീട്ടിലും നിൽക്കുന്ന വീട്ടിൽ അവരെന്ത് ചെയ്യാണ്? അരമനയുടെ മാതിരിയായി കൊത്തിയ മൂലത്തൂണ് പോലെയാണ്. 2 ഭിത്തികളെ തമ്മിൽ യോജിപ്പിച്ചു നിർത്തി. എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് ഞങ്ങളിൽ കൂടെ അതിനെ മറച്ചു നിർത്തുവാൻ കഴിവുള്ളവരായിരിക്കണം നമ്മുടെ പെൺമക്കൾ. ശല്ലൂമിന്റെ പെൺമക്കൾ എഴുന്നേറ്റു, അവരവരുടെ ഭാഗം പണിതു. ദൈവത്തിന് മഹത്വം. അവർ ആ നല്ല പ്രവൃത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി. ഞാൻ വാക്കുകളെ ചുരുക്കട്ടെ. എന്നാൽ 3:5 നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ അവരുടെ ശ്രേഷ്ഠന്മാർ കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല. എന്നാൽ ചില പ്രിയപ്പെട്ടവർ അവരവരെ ഏൽപ്പിച്ച തലങ്ങളിൽ നിന്നുകൊണ്ട് ആ നല്ല പ്രവൃത്തിക്കായി അവർ അന്യോന്യം ധൈര്യപ്പെടുത്തി. കർത്താവ് പറയുന്നു, അവളെങ്കൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. ഈ രാത്രി ചില വാക്കുകളെ ചുരുക്കുന്നു. ദൈവത്തിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ 2026 കർത്താവിന് വേണ്ടി നല്ല പ്രവർത്തികൾ ചെയ്യുന്നവരായി, ഇനി നിന്ദാപാത്രമായി നമ്മൾ തീരാതെ വണ്ണം നാം എഴുന്നേറ്റ് ഈ ദിവസങ്ങളിൽ പണിയുന്ന പ്രവൃത്തിക്ക് വേണ്ടി ചുവടുകൾ വെക്കുന്നവരാകട്ടെ. യേശു പറയുന്നു, വിമർശിക്കുന്നവരോട് വിമർശനങ്ങൾ നമുക്ക് മുൻപിൽ വരാം, നമ്മളെ മുൻപോട്ട് വിടാത്ത പ്രശ്നങ്ങൾ നമുക്ക് വരാം. എന്നാൽ നല്ല പ്രവൃത്തി ചെയ്യുവാൻ നമ്മെ തന്നെ ദിവസങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് രാത്രി ഏതെങ്കിലും പ്രതിബന്ധങ്ങൾ ആ ദൈവികമായ പ്രവൃത്തിയിലേക്ക് ചുവട് വെക്കുവാൻ കഴിയാതെ നമ്മളെ തടഞ്ഞ് ഒരു കൂട്ടിൽ അടയ്ക്കപ്പെട്ട പക്ഷിയെപ്പോലെ അതിനകത്ത് മാത്രം കിടന്ന് കറങ്ങുന്ന അവസ്ഥകളാണ് ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിലെങ്കിൽ, ഇല്ല, നീ ചുവടുകൾ വെക്കുവാൻ തയ്യാറാകുക. ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ മുൻപിലുണ്ട്. അത് കണ്ട് സന്തോഷിച്ച് ദൈവഹിതം സമ്പൂർണമാക്കുന്ന ഒരു തലങ്ങളിലേക്ക് നമ്മുടെ ചിന്തകൾ തിരിക്കാം. ഈ വചനങ്ങൾ ദൈവം ഇന്ന് രാത്രി നമ്മെ സഹായിക്കട്ടെ. സമയം മുൻപോട്ട് പോകുന്നല്ലോ. പ്രത്യേകിച്ച് ആർക്കെങ്കിലും പ്രാർത്ഥിക്കുവാനുണ്ടെങ്കിൽ പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞ ശേഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ വചനം കൈക്കൊള്ളുക. ആമേൻ. അവൾ തന്നാൽ ആവത് ചെയ്തു, അവളെങ്കൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ നമ്മെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം ഇന്ന് രാത്രി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. ആമേൻ. താങ്ക് യു റോയ് പാസ്റ്ററെ. നമ്മളെ കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ നമ്മൾക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. അവൾ എങ്കിൽ നല്ല പ്രവൃത്തി ചെയ്തു. മറ്റുള്ളവർ പരിഹസിക്കുകയോ മറ്റുള്ളവർ നിന്ദിക്കുകയോ മറ്റുള്ളവർ കുറവ് പറയുകയോ ചെയ്യുന്നത് നോക്കി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തികൾ
ചെയ്യാതെ നമ്മൾ നിൽക്കുവാൻ പാടില്ല. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് തിരിഞ്ഞ് നോക്കണം. കർത്താവിന്റെ ദാസൻ നെഹമ്യാ പ്രവചനത്തിൽ നിന്ന് പോയ ഓരോരുത്തര് അവരവരുടെ മുൻപിലുള്ള അവരവരുടെ ജീവിതത്തിലെ പാകപ്പിഴകൾക്ക് പരിഹാരം വരുത്തി അവരുടെ മുമ്പിലുള്ള അറ്റകുറ്റം മനോഹരമായി പണിത് ഉയർത്തിയിരുന്ന യെരുശലേം പട്ടണവും പട്ടണത്തിന്റെ ഗോപുരവാതിലുകളും ഇടിഞ്ഞ് കിടന്നപ്പോൾ നമ്മൾ അത് ഒന്ന് എടുത്തിട്ട് ദൈവത്തിന്റെ ദേവാലയമായി പണിയപ്പെട്ടിരിക്കുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും നമ്മൾ ചേർന്ന് വരുന്ന സഭയുടെയും ചുറ്റുമുള്ള കെട്ടുപണികൾ, ഗോപുരങ്ങൾ, മതിലുകൾ ഇടിഞ്ഞു കിടക്കുമ്പോൾ അത് മറ്റവര് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് മാറാതെ അവനവന്റെ മുമ്പിലുള്ളത് കെട്ടി ഉയർത്തി ദൈവത്തിന്റെ മന്ദിരം ഉറപ്പാക്കുവാനായി വിളിച്ച് വേർതിരിക്കപ്പെട്ടിരിക്കുന്നവരായ നമ്മൾ മറ്റുള്ളവരുടെ പരിഹാസം നോക്കി നിൽക്കാതെ, മറ്റുള്ളവർ കുറവ് പറയുന്നത് നോക്കി നിൽക്കാതെ, നാട്ടിലൊരു പറച്ചിലുള്ള അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറയുന്നത് പോലെ നമ്മളാൽ ആകാത്തത് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മളാൽ ആകുന്നത് ചെയ്ത് ദൈവ മന്ദിരം, ദൈവ ആലയം നമ്മൾക്ക് കെട്ടി പണിത് ഉറപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. തോമസുട്ടി ബ്രദർ പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. പ്രാർത്ഥന ആവശ്യമുള്ളവര്, അത്യാവശ്യമായി പ്രാർത്ഥന ആവശ്യമുള്ളവര് നിൽക്കുക. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും കണ്ണുകൾ അടയ്ക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. നല്ലവനും വിശ്വസ്തനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. എഡിസൺ ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ ആത്മീയ സംഗമത്തിൽ വിവിധ സ്ഥലങ്ങളിലും വിവിധ ഇടങ്ങളിലും വിവിധ സമയങ്ങളിലും വിവിധ ഭവനങ്ങളിലുമായി ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് വരുവാൻ ദൈവമേ അങ്ങ് അറിഞ്ഞും അനുവദിച്ചും നൽകിയ വിലപ്പെട്ട സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ഈ മിനിസ്ട്രിക്ക് നേതൃത്വം കൊടുക്കുവാൻ കർത്താവെ അങ്ങയുടെ അഭിഷിക്ത കർത്തൃദാസൻ തോമസ് ബ്രദറിനെയും കർത്തൃദാസൻ ലിൻഡ സിസ്റ്ററെയും വർഷങ്ങൾക്ക് മുന്നമേ തന്നെ വിളിച്ചു വേർതിരിച്ചല്ലോ. പരിശുദ്ധാത്മാവ് കൊടുത്ത പ്രേരണയ്ക്കനുസരിച്ച് ഇങ്ങനെ ഒരു മിനിസ്ട്രിക്ക് രൂപം കൊള്ളുവാൻ കർത്താവെ അവിടുന്ന് അനുവദിച്ചതിനാൽ സ്തോത്രം. ആയിരങ്ങൾക്ക് ഇത് ആശ്വാസമാണല്ലോ, അനുഗ്രഹകരമാണല്ലോ. ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാനൊക്കെ ജനങ്ങളെ ഒരുക്കുന്നു. അനേക പ്രിയപ്പെട്ടവർക്ക് വന്ന് ഗാനശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. ജീവിപ്പിക്കുന്ന സാക്ഷ്യങ്ങളെ കേൾപ്പിക്കുന്നല്ലോ, ജീവിപ്പിക്കുന്ന വചനങ്ങളെ കേൾപ്പിക്കുന്നല്ലോ. ഈ എല്ലാറ്റിനായും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ഇന്നത്തെ മീറ്റിംഗിന്റെ ആരംഭം മുതൽ ഇതുവരെയും ദൈവിക സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിപ്പാൻ ഇടയായല്ലോ. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഗാനശുശ്രൂഷ നിർവഹിക്കുവാൻ കർത്താവെ പ്രിയപ്പെട്ട കർത്തൃദാസൻ ബെന്നി ബ്രദറിനെയും സിസ്റ്റർ എലിസബത്തിനെയും കർത്താവ് ബലപ്പെടുത്തിയല്ലോ. ആ ടീമിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾക്ക് ആരാധിക്കുവാൻ കാരണങ്ങൾ പലതുണ്ട്. ഉന്നത വിളിയാണ് ഞങ്ങളെ വിളിച്ചത്. ആ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ ലോകസ്ഥാപനത്തിന് മുന്നമേ തന്നെ കർത്താവ് ഞങ്ങളെ തിരഞ്ഞെടുപ്പിന്റെ ശ്രേഷ്ഠമേറിയ പ്രവൃത്തി ഓർത്തും ഞങ്ങൾ അങ്ങ് ഒരുമിച്ച് സ്തുതിക്കുന്ന കർത്താവെ. വിവിധ വിഷയങ്ങളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ കർത്താവെ പ്രിയ സിസ്റ്റർക്കും കൊടുത്ത ഭാഗ്യത്തിനായി സ്തോത്രം. ദൈവകൃപ ധാരാളം ചുരിഞ്ഞ് ഞങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സ്വർഗത്തിലെ ദൈവമേ, ഞങ്ങളുടെ പാസ്റ്റർ റോയിൽ പാസ്റ്ററിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. എൻ്റെ ദൈവമേ, ഞങ്ങൾ നല്ല പ്രവൃത്തികളാണ് കർത്താവിന് വേണ്ടി ചെയ്യേണ്ടതെന്ന് തെളിയിച്ച എൻ്റെ ദൈവമേ, അവളെങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം അവളുടെ ഓർമ്മയ്ക്കായി ഇത് പ്രസ്താവിക്കുമെന്നും എഴുതി വെച്ചപ്പോൾ അത് ഇന്നും പ്രസ്താവിക്കപ്പെടുവാൻ ദൈവമേ അവിടുന്ന് സഹായിച്ചത് ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിക്കുമ്പോൾ സ്വർഗത്തിലെ അപ്പച്ച, ഞങ്ങൾ അങ്ങയ്ക്ക് വേണ്ടി ചെയ്യുന്നത് നല്ല പ്രവൃത്തിയാണെന്നും ഹാബേൽ ഉത്തമമായ യാഗമാണ് കഴിച്ചതെന്നുമൊക്കെ ഞങ്ങൾ വായിക്കുമ്പോൾ അവർ ആ നല്ല പ്രവൃത്തിക്കായിട്ട് അന്യോന്യം ധൈര്യപ്പെടുത്തിയെന്നും വായിക്കുമ്പോൾ ഞങ്ങൾ നല്ല പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ചുറ്റുപാടുമുള്ളവർക്ക് നീരസം തോന്നിയാലും വിളിച്ച ദൈവം വിശ്വസ്തനാണ്, ദൈവത്തിന് വേണ്ടിയാണ്
ഞങ്ങൾ പ്രവർത്തിക്കുന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനാണെന്നുള്ള മുന്നറിയിപ്പ് ഏറ്റെടുത്തുകൊണ്ട് നല്ല പ്രവൃത്തികൾ ചെയ്യുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കേണ്ടതിനായിട്ടും ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നതും അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതെന്ന് മുൻകരുതിയിരിക്കുന്നു എന്നുള്ള പ്രത്യാശയോടെ ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നതും ഏറ്റവും നല്ലതാണെന്നുള്ള ഉറപ്പ് പ്രാപിച്ച് ധൈര്യത്തോടെ മുന്നേറുവാൻ എന്റെ കർത്താവിന്റെ കൃപ ഞങ്ങളിൽ വ്യാപരിച്ച് സഹായിക്കണമേ. റോയ് പാസ്റ്ററെ കുടുംബമായിട്ട് ഏൽപ്പിക്കുന്നു. ശക്തമായ നിലയിൽ ദൈവത്തിന്റെ കരത്തിൽ ഇണങ്ങിയ ആയുധമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവകൃപ വ്യാപരിക്കണമേ. അതുപോലെ ഞാൻ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. ലതസിസ്റ്ററെ കുടുംബമായിട്ട് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. സ്വർഗത്തിലെ ദൈവമേ, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് സ്നേഹസുരഭനായി പുത്തന്റെ രാജ്യത്തിലാക്കി വെച്ചല്ലോ. ഇന്ന് കർത്താവെ ആ കുടുംബത്തിന് പറയാം, അന്നേ മരിച്ചു പോയെങ്കിൽ ചെന്തേ ഞാൻ നരകമതിൽ. എന്നാൽ ഇന്ന് കർത്താവെ അവർക്ക് സന്തോഷത്തോടെ പറയാൻ പാടാൻ സാധിക്കും. ആർക്കും വർണ്ണിച്ചുകൂടാത്ത സ്വർഗ സന്തോഷ മാർഗത്തിലാക്കിയ ദൈവത്തെ പുകഴ്ത്തുവാൻ ഉത്തമ സാക്ഷ്യമായി ഇന്നും അനേകരുടെ ജീവിതത്തെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന ഈ കുടുംബത്തെ ദൈവം ശക്തമായിട്ട് വരും കാലങ്ങളിൽ ഉപയോഗിക്കേണ്ടതിനായിട്ടും ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ ആത്മീയ അനുഗ്രഹങ്ങൾക്കും എല്ലാ നന്മകൾക്കുമായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സർവപ്രധാനമായിട്ടും സ്വർഗീയ നിത്യതയാണ് ഞങ്ങളുടെ ലക്ഷ്യം. മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെല്ലാം അങ്ങയുടെ വരവ് വാതുക്കലായെന്ന് ഞങ്ങളെ അറിയിക്കുന്നുണ്ടല്ലോ അപ്പച്ച. ഞങ്ങൾ യോഗത്തിന് വരുന്നുണ്ട്, പ്രസംഗം കേൾക്കുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, ഗാനങ്ങൾക്ക് പാടുന്നുണ്ട്. എല്ലാറ്റിലും ഉപരി ഞങ്ങളുടെ ജീവിതം ദൈവവചനത്തിനൊത്തതായിരിക്കുവാൻ, കറയും ചുളുക്കവും വട്ടവും മാലിന്യമില്ലാത്ത ഒരു സഭയെ ചേർക്കുവാനാണ് എൻ്റെ ദൈവം വരുന്നതെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ അതിൻ പ്രകാരം ജീവിത വിശുദ്ധി പാലിച്ച് എല്ലാവരും സ്വർഗീയ നിത്യതയിൽ കാണപ്പെടുവാൻ കൃപ ചെയ്യണമേ. സമാധാനത്തോടെ ഞങ്ങളെ അയക്കണമേ. എല്ലാ മാനവും എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങയ്ക്ക് വീണ്ടും നൽകുന്നു. യേശു ക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തിൽ ഞങ്ങൾ ഇതും താഴ്മയോടെ അപേക്ഷിക്കുന്ന പിതാവേ, കരുണ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ എല്ലാ ദൈവമക്കൾക്കും കരങ്ങൾ ദൈവത്തെ സ്തുതിക്കാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുയേശുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധ ആത്മാവിന്റെ കൂട്ടായ്മയും കാവലും സഹവാസവും നാം എല്ലാവരോടുകൂടെയും വിശേഷാൽ വചന ശുശ്രൂഷ നിർവഹിച്ച അഭിഷക്ത കർത്തൃദാസൻ പാസ്റ്റർ റോയിയോടും കുടുംബത്തോടും കൂടെയും ബ്രദർ തോമസ് മാത്യുവിനോടും കുടുംബത്തോടും കൂടെയും കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത്തെ വരവരെയും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇന്നും നമുക്ക് ജയം തന്ന ദൈവത്തിന് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ഗോഡ് ബ്ലെസ് യു ആൾ. ഹല്ലേലൂയ. പ്രാർത്ഥന ആവശ്യമുള്ളവര് പ്രാർത്ഥിക്കണേ. ഓരോരുത്തരെ